പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആലോചനയുടെ കൃഷ്ണയുടെ പറഞ്ഞതുപോലെ 4-ാമത്തെ ദിവസമാണ്. ഒരർത്ഥത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രമേയത്തിന്റെ വിപുലീകരണമാണ്. മനുഷ്യാവസ്ഥ അടിസ്ഥാനപരമായി ചരിത്രപരമാണെന്നും മാനുഷികതയെ നിർണയിക്കുന്ന അടിസ്ഥാന വൈരുദ്ധ്യങ്ങളിലൊന്ന് വ്യക്തിയും ഘടനയും തമ്മിലുള്ള വൈരുദ്ധ്യാത്മക ബന്ധമാണ് എന്നും ഇന്നലെ നമ്മൾ പറയണ്ടായി. ആ വൈരുദ്ധ്യാത്മകതയുടെ പ്രകൃതത്തെ വിപുലമായ ഒരു ചരിത്ര സിദ്ധാന്തത്തിന്റെ തലത്തിലേക്ക് വികസിപ്പിക്കുകയാണ് മാർക്സ് ചെയ്ത ഒരു പ്രധാന കാര്യം. അതാണ് ഇന്ന് നമ്മളുടെ ആലോചനയിൽ ഉള്ളത്. ആ നിലയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രമേയത്തെ, അതിലൊരു ഘടകത്തെ കുറെ കൂടി സൂക്ഷ്മമായി നോക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ പറഞ്ഞ ഓരോ പ്രമേയങ്ങളെയും ഈ നിലയിൽ നമുക്ക് സൂക്ഷ്മമായിട്ട് വികസിപ്പിക്കാം എന്നുള്ള വകയുള്ളതാണ്. ഞാൻ പക്ഷെ ഈ ഒരൊറ്റ പ്രമേയം മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കിത് അവസാനിപ്പിക്കാൻ വേണമല്ലോ. അതുകൊണ്ട് പക്ഷെ ഇതാണ് അതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ മാർക്സിസം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ സാമാന്യന പറയുന്ന ഉത്തരത്തിൽ ഈ ഭാഗമുണ്ട്. വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം എന്നത് മെറ്റീരിയലിസ്റ്റ് കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് മാർക്സ് തന്നെ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡയലക്റ്റിക്കൽ എന്ന പ്രയോഗം മാർക്സ് നേരിട്ട് നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ മാർക്സ് മെറ്റീരിയലിസ്റ്റ് കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് മാർക്സും എംഗൽസും പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലായി അദ്ദേഹം ഈ കാര്യത്തെ കാണുന്നുണ്ട്. അപ്പൊ മാർക്സിന്റെ മരണശേഷം, മാർക്സിന്റെ ശവസംസ്കാര വേളയിൽ എംഗൽസ് നടത്തുന്ന ചെറിയൊരു പ്രസംഗത്തിൽ, നിങ്ങൾ കരുതുന്ന പോലെ 10,000-കണക്കിന് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 12 പേരാണ് മാർക്സിന്റെ ശവസംസ്കാര വേളയിൽ ഉണ്ടായിരുന്നത്. വെറും 12 പേര് മാത്രം. പക്ഷെ അവിടെ എംഗൽസ് മാർക്സിന്റെ മൗലികമായ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കണ്ടെത്തലുകളായിട്ട് എംഗൽസ് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മിച്ചമൂല്യ സിദ്ധാന്തം. എങ്ങനെയാണ് മുതലാളിത്തത്തിൽ ലാഭം എന്ന് പറയുന്നത് ഒരു ചൂഷണമായി തീരുന്നത് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മാർക്സ് പുതുതായി രൂപപ്പെടുത്തിയ ഒരു സങ്കല്പനമാണ് സർപ്ലസ് വാല്യൂ, മിച്ചമൂല്യം. മുതലാളിത്തത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്തെന്ന് വിശദീകരിക്കുന്നത് ആ സങ്കല്പത്തെ മുൻനിർത്തിയിട്ടാണ്. രണ്ടാമത് ഈ മെറ്റീരിയലിസ്റ്റ് കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി. എംഗൽസ് അത് പറയുന്നത് പ്രകൃതി പരിണാമത്തിന്റെ സ്വഭാവം ഡാർവിൻ വിശദീകരിച്ചതിന് സദൃശ്യമാണ് ചരിത്ര പരിണാമത്തിന്റെ സ്വഭാവത്തെ മാർക്സ് വിശദീകരിച്ചത്. അങ്ങനെ ഡാർവിൻ പ്രകൃതി പരിണാമത്തെ വിശദീകരിച്ചതിന് തുല്യമായ പ്രാധാന്യം മാർക്സ് ചരിത്ര പരിണാമത്തെ വിശദീകരിച്ചതിലുണ്ട് എന്ന് എംഗൽസ് പറയുന്നുണ്ട്. മാർക്സ് ഇതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, തന്റെ ഈ ചരിത്ര സിദ്ധാന്തം കൂടുതൽ താൻ ആലോചിച്ചിട്ടുണ്ടെങ്കിലും സമാന്തരമായ മറ്റൊരു വഴിയിലൂടെ ഇതേ വീക്ഷണത്തിലേക്ക് എംഗൽസും എത്തിച്ചേർന്നിരുന്നു എന്ന് മാർക്സ് അക്നോളജ് ചെയ്യുന്നുണ്ട്. എംഗൽസ് പക്ഷെ പറയുന്നത് അത് അതിന്റെ വിശദാംശങ്ങൾ, അടിസ്ഥാന ചട്ടക്കൂട് രൂപപ്പെടുത്തിയത് മാർക്സാണ്. ഞങ്ങളെല്ലാം അതിന്റെ വിശദാംശങ്ങൾ ചിലത് എഴുതുകയാണ്. എംഗൽസിന്റെ ഒരു വിനയവും കൂടി അതിനകത്തുണ്ട് കേട്ടോ. അദ്ദേഹം മാർക്സിനേക്കാൾ താണ ഒരാളായിട്ട് തന്നെ കാണുന്നത് ഒരു മടിയും ഇല്ലാത്ത ആളായിരുന്നു. മാർക്സിന്റെ മൗലികമായ ഒരു പ്രതിഭയെ എംഗൽസ് ഒരിക്കൽ പറയുന്നുണ്ട്, മാർക്സിന് അതിദീർഘമായ കാലയളവുകളെ വിഭാവനം ചെയ്യാനും ചരിത്ര പ്രക്രിയയെ ആകമാനം കാണാനുമുള്ള ഒരു കണ്ണുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ തൊട്ടു മുമ്പിലുള്ളത് കണ്ടവരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എംഗൽസ് അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്തതൊക്കെ ഞങ്ങൾ ഇല്ലാതെയും മാർക്സിന് ചെയ്യാൻ കഴിയുമായിരുന്നു. മാർക്സ് ചെയ്തത് പക്ഷെ അദ്ദേഹം ഇല്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നൊക്കെ. ഒരുപക്ഷെ നിങ്ങൾ ഈ പരസ്പരമുള്ള സ്നേഹത്തിൽ ഇത്ര ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഞാനൊരു കാര്യം കൂടി പറയാം, വ്യക്തി എന്ന നിലയ്ക്ക് മാർക്സിനേക്കാളൊക്കെ വലിയ ഉദാരതയും മഹിമയുള്ള ഒരാളായിട്ടാണ് എനിക്ക് എംഗൽസിന് തോന്നിയിട്ടുള്ളത്. മാർക്സ് ഈ പാണ്ഡിത്യത്തിന്റെ ഒരു ബലവും സാർക്കശ്യവും ഒക്കെ ഉള്ള ഒരാളാണ്. എംഗൽസ് അങ്ങനെയൊന്നുമല്ല, ഉദാരതയുടെ ഒരാൾ രൂപമായി. അതുകൊണ്ട് അത് വ്യക്തിപരമായ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എംഗൽസും പക്ഷെ മാർക്സ് പറയുന്ന ഒരു കാര്യം, എംഗൽസും തന്റെ ഈ ചരിത്ര ദർശനത്തിലേക്ക് മറ്റൊരു വഴിയിലൂടെ തന്നെത്താൻ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് പങ്കുചേർന്ന ഒരാശയ വ്യവസ്ഥയായിട്ടാണ്
ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന വാക്കല്ല, മെറ്റീരിയലിസ്റ്റ് കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി എന്ന നിലയിലുള്ള ഒരു ആശയത്തെ വികസിപ്പിച്ച് എടുത്തത്. ചരിത്രം ഒരു ജ്ഞാന വിഷയമായി മാറുന്നത് നമുക്കൊക്കെ അറിയാലോ, ആധുനികതയോടൊപ്പമാണ്. അതിനു മുമ്പ് ഹെറോഡോട്ടസിനെ പോലെയോ തുസിഡൈസിനെ പോലെയോ ഒളിവിയസിനെ പോലെയോ ഒക്കെ ഏൻഷ്യൻ ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പൊതുവെ പറഞ്ഞാൽ വസ്തുതകളുടെ ഒരു വിവരണം എന്നതാണ് അതിലൊക്കെ ഉണ്ടായിരുന്നത്. ആധുനികത രംഗപ്രവേശം ചെയ്തതോടെയാണ് ഈ വസ്തുതകളുടെ വിവരണത്തിനപ്പുറം ചരിത്ര പ്രക്രിയയെ എങ്ങനെ നോക്കി കാണാം, ചരിത്രത്തെ നയിക്കുന്ന ചാലകങ്ങൾ എന്താണ്, ഒരു ചരിത്രത്തിന്റെ എന്താ പറയാ ജനറേറ്റീവ് ഫോഴ്സ് എന്താണ്, ചരിത്രത്തെ നയിക്കുന്ന പ്രചോദക ശക്തി എന്താണ് എന്ന ഒരു ചോദ്യം ഉയരുന്നത്. അതിന് പല ഉത്തരങ്ങൾ ആധുനികതയുടെ 18-19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായിട്ട് ആധുനികത കൊണ്ടു നടന്നത് ഈ വ്യക്തി പ്രതിഭ എന്നുള്ളതാണ്. അപ്പൊ തോമസ് കാർലൈൽ എന്ന് പറയുന്ന ചരിത്രകാരന്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്നതാണ്. നായകരും നായകാരാധനയും. അങ്ങനെ ചരിത്രത്തെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നോ അശോക ദ ഗ്രേറ്റ് എന്നോ അക്ബർ ദ ഗ്രേറ്റ് എന്നോ അങ്ങനെയൊക്കെയുള്ള വലിയ മനുഷ്യര് വരുന്നു, അവര് തങ്ങളുടെ ഇച്ഛ കൊണ്ട് ലോകത്തെ മാറ്റിപ്പണിയുന്നു. അങ്ങനെ വ്യക്തിഗതമായ പ്രതിഭയുടെ ആവിഷ്കാരമായിട്ടാണ് ചരിത്രത്തെ, രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഘട്ടത്തിലേറിയ പങ്കും കണ്ടത്. പിന്നെ എന്താ പറയാ, കാലാവസ്ഥ, യാദൃച്ഛികതകൾ, അങ്ങനെ പലതിനെയും പലരും ചേർത്ത് വയ്ക്കേണ്ടായി. NBയിലേക്ക് എത്തുമ്പോഴാണ് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്നുള്ള നിലയിൽ സിവിലൈസേഷനിലായി ഒരു ചലഞ്ച് ഉയർന്നു വരുന്നു. അതിനോടുള്ള റെസ്പോൺസ് ആണ് അല്ലെങ്കിൽ ഓസ്വാൾഡ് സ്പെങ്കലർ പടിഞ്ഞാറിന്റെ പഠനം. ഇങ്ങനെ പല ചരിത്ര സിദ്ധാന്തങ്ങളും ആധുനികതയുടെ ഘട്ടത്തിൽ രൂപപ്പെടുന്നുണ്ട്. ആധുനികതയ്ക്ക് മുമ്പ് അങ്ങനെ ഒരു സിദ്ധാന്തത്തിന്റെ ആവശ്യമില്ല. കാരണം ചരിത്രത്തെ നയിക്കുന്നത് ദൈവിക ശക്തിയാണ്, ഒരു അതിഭൗതിക ശക്തിയാണെന്ന് പറയുമ്പോൾ പിന്നെ ചരിത്ര പ്രക്രിയയെ വിശദീകരിക്കേണ്ട. അതുകൊണ്ടാണ് ഒരു 18-ാം നൂറ്റാണ്ട് മുതലേ നമുക്ക് അർത്ഥപൂർണമായ ചരിത്ര ദർശനങ്ങൾ ഉണ്ടാവുന്നുള്ളൂ എന്ന് വരുന്നത്. കാരണം അതിനു മുമ്പ് അങ്ങനെ ഒരു എക്സ്പ്ലനേറ്ററി ലോജിക്ക് വേണ്ട, അതിനെ നയിക്കാൻ വേറെ ആളുണ്ട് എന്ന ഒരു യുക്തിയാണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് മാറി ആധുനികതയുടെ ചരിത്ര സിദ്ധാന്തങ്ങൾ വന്നപ്പോ ആ ചരിത്ര സിദ്ധാന്തത്തിന്റെ മണ്ഡലത്തിൽ ഏറ്റവും നിർണായകമായി തീർന്ന ഒന്നാണ് മാർക്സിസ്റ്റ് ചരിത്ര സിദ്ധാന്തം. അതൊരു നിലയ്ക്ക് പറഞ്ഞാൽ മാർക്സിസ്റ്റുകളല്ലാത്തവർക്കും സ്വീകാര്യമായ മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയവ്യവസ്ഥ മാർക്സിന്റെ ചരിത്ര വിജ്ഞാനം. അതിപ്പോ നോൺ മാർക്സിസ്റ്റുകൾ എന്ന് സ്വയം ക്ലെയിം ചെയ്യുന്ന ആന്റി മാർക്സിസ്റ്റുകൾ തന്നെയായ ആളുകളും മാർക്സിന്റെ ഈ ചരിത്ര സിദ്ധാന്തത്തെ പൊതുവെ സ്വീകരിക്കുന്നുണ്ട്. ഭൗതികമായ ഉൽപാദന വ്യവസ്ഥാപരമായ ബന്ധങ്ങളാണ് ചരിത്രത്തെ ചലിപ്പിക്കുന്നത് എന്ന മാർക്സിന്റെ വീക്ഷണത്തിന് അങ്ങനെ ഒരു സാർവത്രിക വ്യാപ്തി 20-ാം നൂറ്റാണ്ടില് വരെയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൽ അതിനങ്ങനെ സ്വീകാര്യതയൊന്നും ഉണ്ടായില്ല. പക്ഷെ 20-ാം നൂറ്റാണ്ടോടെ ഇപ്പോ സോവിയറ്റ് പതനം തുടങ്ങിയ പല കാര്യങ്ങളൊക്കെ വന്നെങ്കിലും മാർക്സിന്റെ ചരിത്ര വീക്ഷണത്തിന് അങ്ങനെ ഒരു വലിയ ശൈഥില്യമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മാർക്സിന്റെ ചരിത്ര വീക്ഷണം ഒറ്റ വഴിയിൽ നിന്ന് പല വഴികളിലേക്ക് വികസിക്കുകയും ചെയ്തു. ഇന്നിപ്പോ നമ്മൾ അറിയുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ സോവിയറ്റിന് അപ്പുറത്തേക്കുമുള്ള കീഴാളത എന്ന സങ്കല്പം ഗ്രാംഷിയിലുണ്ട്. ഈ സബാൾട്ടൈൻ എന്നുള്ള സങ്കല്പത്തെ ഉപയോഗപ്പെടുത്തി ചരിത്ര സിദ്ധാന്തത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുകയും 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രരചന രീതിയെ വലിയ തോതിൽ മാറ്റിമറിക്കുകയും ചെയ്ത ഒരാളായിരുന്നു E.P. തോംസൺ.
E.P. തോമസിന്റെ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എന്ന 1980-കളിൽ 45-50 പീരീഡിലാണ് അദ്ദേഹത്തിന്റെ ആ കൃതിയിലാണ് അദ്ദേഹം കൾച്ചർ എന്ന് പറയുന്നതിനെ ഒരു ഹിസ്റ്റോറിക്കൽ ഫോഴ്സ് ആയിട്ട് കാണുകയും, പക്ഷേ ക്ലാസിക്കൽ മാർക്സിസം ഒരു ഉപരിഘടനാ തലത്തിൽ മാത്രം കണ്ട സംസ്കാരത്തെ, കൾച്ചറിനെ ഒരു ക്ലാസിന്റെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആസ്പെക്ട്, ഒരു വർഗ അനുഭവത്തെ രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരത്തിന് പങ്ക്, വർഗ പദവിയല്ല. അങ്ങനെ ക്ലാസ് പൊസിഷനും ക്ലാസ് കോൺഷ്യസ്നെസ്സും എന്ന് രണ്ടായി തിരിച്ചിട്ട് പദവിയിൽ നിന്ന് അവബോധത്തിലേക്കുള്ള മാറ്റത്തിൽ സംസ്കാരത്തിന്റെ പങ്കിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കൾച്ചർ എന്ന് പറയുന്നതിനെ തന്നെ ഒരു വർഗ ഘടകമാക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർവെൻഷനാണ് മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അതുപോലെ തന്നെ പിന്നീട് ചരിത്ര പഠനത്തിൽ വലിയ വഴിത്തിരിവുണ്ടായ ഒരു ജിയോഗ്രഫിക്കൽ ടേൺ എന്ന് പറയാവുന്ന ലെഫെവറുടെ പ്രൊഡക്ഷൻ ഓഫ് സ്പേസ്, അത് മാർക്സിസ്റ്റ് ആശയത്തെ തന്നെ സ്പേസിനെ കൂടി ഉൾപ്പെടുന്ന മട്ടിൽ അദ്ദേഹം വികസിപ്പിക്കുകയാണ് ചെയ്തത്. അത് ലെഫെവർ ആയാലും പിന്നെ ഡേവിഡ് ഹാർവേ ആയാലും എഡ്വേർഡ് സോയെ ആയാലും ഒക്കെ അവരുടെ ഉള്ളിൽ ഈ മാർക്സിന്റെ അടിസ്ഥാന പദ്ധതി ഉണ്ട്. അതുപോലെ തീർത്തും വ്യത്യസ്തമായ ആനൽ സ്കൂൾ ചരിത്രകാരന്മാരെ, ആനുവൽ സ്കൂൾ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ആനുവൽ സ്കൂളുകാര് ദീർഘകാലത്തെ മുൻനിർത്തി ലോങ് ഡ്യൂറെ എന്ന സങ്കല്പത്തെ മുൻനിർത്തിയാണ് എഴുതുന്നതെങ്കിലും അതിലും മാർക്സിന്റെ പ്രേരണകൾ ഉണ്ട്. അതായത് മാർക്സിൽ നിന്നും മുളപൊട്ടിയ ചരിത്ര വിചാരങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് ഹോസ്ബോം മാർക്സിനെ കുറിച്ച് എഴുതുന്ന ഒരു ലേഖനത്തില് മനോഹരമായ ഒരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: A single correct interpretation of the past is not the legacy that Marx left for us. A single correct interpretation of the past. ഭൂതകാലത്തിന്റെ ശരിയായ ഒരേ ഒരു വ്യാഖ്യാനം എന്നത് മാർക്സ് നമുക്കായി നൽകിയ ഒരു പാരമ്പര്യമല്ല. It is not the legacy that Marx left for us. Marxist history is plural today. മാർക്സിസ്റ്റ് ചരിത്രം എന്ന് പറയുന്നത് ഇന്ന് പ്ലൂറൽ ആണ്. ആൻഡ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ് എന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായ ചരിത്രരചന മാർക്സിസ്റ്റ് രീതി മാത്രമൊന്നുമല്ല. മാർക്സിസം ഒരു എന്താ പറയാ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പോലെ ചരിത്രത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചരിത്ര വിചാരത്തെ സ്വാധീനിച്ച ഒരു സൈദ്ധാന്തിക സമീക്ഷയായിട്ട് മാർക്സിസം മാറുകയും ചെയ്തു. ഞാൻ അതിന്റെ പിൽക്കാലത്തെ കുറിച്ച് തുടക്കത്തിലൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ചരിത്രം ഒരു പക്ഷേ മാർക്സിസ്റ്റ് ചിന്തയുടെ ഒരു ഗൈഡിങ് ത്രെഡ് എന്ന് വേണമെങ്കിൽ, അതിന്റെ ഒരു എന്താ പറയാ അടിസ്ഥാന ധാര ഈ ചരിത്രത്തെ കുറിച്ചുള്ള കൺസേൺസ് ആണ് എന്ന് പറയാം. ചരിത്രത്തെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മാനുഷികതയെ സാധ്യമാക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ ഒന്ന് സമൂഹവും മറ്റൊന്ന് ചരിത്രമാണ്. വാസ്തവത്തിൽ ഇത് രണ്ടും ഭിന്നല്ല കേട്ടോ. സമൂഹത്തിന്റെ പല പടവുകളിലുള്ള നിലനിൽപ്പിനെ ചേർത്ത് വെച്ചിട്ടാണ് ചരിത്രം എന്ന് പറയുന്നത്. ഈ ചരിത്രം ഒരു ഭൗതിക പ്രക്രിയയാണ് എന്ന് ഉറപ്പിക്കുന്ന, ദൈവേച്ഛയോ ഹെഗൽ പറഞ്ഞതുപോലെ എന്താ പറയാ ഒരു ആശയത്തിന്റെ കാലത്തിലൂടെയുള്ള ഇതൾവിടലാണ് ചരിത്രം എന്ന മട്ടിലുള്ള അതിഭൗതികമായ എല്ലാ വിശദീകരണങ്ങളെയും നിരസിച്ച് ചരിത്രത്തെ ഒരു ഭൗതിക പ്രക്രിയയായിട്ട് ഉറപ്പിക്കുന്നതിൽ മാർക്സിനുള്ള പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് വിജ്ഞാനത്തിൽ മാർക്സോളജി എന്നൊക്കെ ചിലര് പറയുന്നുണ്ട്, മാർക്സിസ്റ്റ് വൈജ്ഞാനികത എന്നർത്ഥത്തിൽ. ഈ മാർക്സിസ്റ്റ് വൈജ്ഞാനികതയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സ് പല ദിശകളിലേക്ക് നീങ്ങിയ ഒരാളാണ്. ആദ്യഘട്ടത്തിൽ 1840 മുതൽ ഒരു ആദ്യത്തെ ഒരു പതിറ്റാണ്ടോളം അദ്ദേഹത്തിന്റെ സ്ട്രെസ് എംഫസിസ് ഏറെക്കുറെ ഫിലോസഫിക്കലാണ്. 1840 ഒരു അവസാനത്തോടെയാണ് മാർക്സ് പൊളിറ്റിക്കൽ എക്കോണമിയുടെ പഠനത്തിലേക്ക് തിരിയുന്നത്. പിന്നെ ഏതാണ്ട് ഒരു 70 വരെ 2 പതിറ്റാണ്ട് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ അനാലിസിസിലാണ് അദ്ദേഹം വളരെ കൂടുതൽ ആണ്ടുമുഴുകിയതും മൂലധനത്തിന്റെ രചനയും ഒക്കെ. 70 ശേഷം അതിനിടയിൽ അദ്ദേഹം ഈ ആഫ്രോയേഷൻ അല്ല മറ്റേ വടക്കേ അമേരിക്കയിലെ വർണ്ണവിവേചനം, റഷ്യയിലെ കർഷക കമ്മ്യൂണുകൾ, ഐറിഷ് കലാപം, അങ്ങനെ ഇന്ത്യയിലെ സാമൂഹ്യാവസ്ഥ, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നവയെ കുറിച്ചും അതുപോലെ തന്നെ അടിമത്വം, വംശീയത, വർണ്ണവെറി തുടങ്ങിയവയെ കുറിച്ചും ഒക്കെയുള്ള ആലോചനകളിലേക്ക് മാർക്സിന്റെ ആലോചനയുടെ കേന്ദ്രം തിരിയുന്നുണ്ട് 70 ശേഷം.
അത് അദ്ദേഹം ഒരു സമഗ്ര പുസ്തകമായിട്ടൊന്നും രചിച്ചില്ല. അത് അദ്ദേഹം നോട്ട്ബുക്കുകളായി തന്റെ പഠനക്കുറിപ്പുകൾ എന്ന് പറയുന്നത് മുഴുവൻ തന്റെ ആലോചനകളല്ല. ഇന്നത്തെ ഇതുപോലെ ഫോട്ടോ കോപ്പി എടുക്കാനൊന്നും സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ലഭ്യമായ വിവരങ്ങളൊക്കെ എഴുതണം, എല്ലാം എഴുതി സൂക്ഷിക്കണം. അങ്ങനെ അനവധി നോട്ട്ബുക്കുകൾ, നൂറുകണക്കിന് നോട്ട്ബുക്കുകൾ മാർക്സ് ഇങ്ങനെ എഴുതി സൂക്ഷിക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഭാഗങ്ങളുടെ പകർപ്പാണ്, ചിലത് അതിനെക്കുറിച്ചുള്ള തന്റെ കമന്റുകളാണ്, ചിലതിന് അതിനെക്കുറിച്ചുള്ള ക്രിറ്റിക്സാണ്. ഇങ്ങനെ പല നിലയിലാണ് മാർക്സ് അത് എഴുതുന്നത്. അതെല്ലാം കൂടി ചേർന്ന ഭീമാകാരമായ ഒരു ശേഖരം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് ക്രോഡീകരിച്ച് ഈ ഉള്ള ആശയങ്ങളെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമായിട്ട് ഇറങ്ങുന്നത് 1972-3 എത്നോഗ്രഫിക്കൽ നോട്ട്ബുക്സ് എന്ന പേരില്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഒരുപക്ഷെ നമുക്കിന്ന് ജാതി, വംശം, വർണ്ണം ഇതിനെക്കുറിച്ചൊക്കെയുള്ള മാർക്സിന്റെ ഇൻസൈറ്റ്സ് ഏറ്റവും കൂടുതലുള്ളത് എത്നോഗ്രഫിക്കൽ നോട്ട്ബുക്സിലാണ്. മാർക്സിന്റെ എത്നോഗ്രാഫിക് സ്റ്റഡീസിനെ മുൻനിർത്തി മാർക്സിനെ പുനർവായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനുണ്ട്, കെവിൻ ആൻഡേഴ്സൺ എന്ന് പേരായ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് മാർക്സ് അറ്റ് ദ മാർജിൻസ് എന്നതാണ്. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് അദ്ദേഹം ആ ഏരിയയിൽ മാത്രം, ഇപ്പൊ ജോൺ ബെല്ലമി ഫോസ്റ്റർ മാർക്സിന്റെ എക്കോളജിയെ കുറിച്ച് മാത്രം പഠിക്കുന്നത് പോലെ ആൻഡേഴ്സൺ മാർക്സിന്റെ ഈ മാർജിനൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചുള്ള പഠനം മാത്രമാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ മാർക്സോളജിസ്റ്റുകൾ ധാരാളം ഉണ്ട്. മാർക്സിനെ മൊത്തം പഠിക്കുകയല്ല, മാർക്സിന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് മാത്രം എടുത്തിട്ട് ജീവിതകാലം മുഴുവൻ അത് പഠിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അത്രയും വാഗായി അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. കെവിൻ ആൻഡേഴ്സണൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. കാരണം മാർക്സിൽ പരിസ്ഥിതി ഇല്ല, ഇന്നലെ നിസാർ പറഞ്ഞ പോലെ മാർക്സിൽ പരിസ്ഥിതി ദർശനമില്ല, മാർക്സിന് ജാതി അഡ്രസ് ചെയ്യാൻ നടക്കുന്നില്ല, മാർക്സിന് വംശീയ വർണ്ണവിദ്യ, ഇത് എഡ്വേർഡ് സൈഡ് പറയുന്നല്ലോ. എഡ്വേർഡ് സൈഡ് തന്നെ മാർക്സിന് ഓറിയന്റലിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അത് ഈ 1850 തുടക്കത്തില് ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൽ മാർക്സ് എഴുതിയ ലേഖനത്തിലെ ഒരു കമന്റ് വെച്ചിട്ടാണ് കൊളോണിയലിസത്തെ അൺകോൺഷ്യസ് ടൂൾ ഓഫ് ഹിസ്റ്ററി എന്ന് മാർക്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എഴുതുന്നുണ്ട്. അത് വെച്ചിട്ടാണ് കോളനി ജനതയ്ക്ക് പ്രതിനിധാനാവകാശം ഇല്ല, ശേഷിയില്ല, അവരെ മറ്റാരെങ്കിലും റെപ്രസെന്റ് ചെയ്യണം, സ്വയം റെപ്രസെന്റ് ചെയ്യാനുള്ള ഏജൻസി ഇല്ല എന്നൊരു നിരീക്ഷണം ഒരു കോണ്ടെക്സ്റ്റിൽ മാർക്സ് നടത്തുന്നുണ്ട്. അത് വർക്കിയെടുത്തിട്ടാണ് ഈ സെയ്ദ് മറ്റേ എസ്കിലസ് മുതലുള്ള മൂപ്പരുടെ ഈ ഓറിയന്റലിസ്റ്റ് പരമ്പരയിലേക്ക് മാർക്സിനെ കൂടി കയറ്റുന്നത്. വാസ്തവത്തിൽ 1870-കൾക്ക് ശേഷം മാർക്സ് എഴുതിയ പഠനങ്ങളിൽ കൊളോണിയലിസം എങ്ങനെയാണ് മുതലാളിത്തത്തിന്റെ അടിത്തറയൊരുക്കുന്ന ഒരു ഭീമാകാരമായ ചൂഷണ പ്രക്രിയ ആയിരിക്കുന്നതെന്ന് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ ക്രോഡീകരിച്ച് ഇർഫാൻ ഹബീബ് വളരെ സമഗ്രമായ ഒരു പഠനം എഴുതിയിട്ടുണ്ട്. ഓൺ ഹിസ്റ്ററി എന്നുള്ള ഇർഫാന്റെ ഗ്രന്ഥ പരമ്പരയിൽ അത് കാണാം. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പോ സെയ്ദ് മാർക്സിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുന്ന ആളുകൾക്ക് മാർക്സ് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ ഡിസ്കോഴ്സിന്റെ ഒക്കെ ഒരു പ്രശ്നം. മാർക്സ് വിഷയത്തിൽ പിന്നെ എന്താലോചന നടത്തി, എങ്ങനെയാണ് ഇതിനെ നവീകരിച്ചത്, നഗ്നമായ രക്തമുറ്റലല്ലാതെ വേറെ ഒന്നും കൊളോണിയലിസത്തിനില്ല എന്ന് മാർക്സ് എഴുതുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് മാഞ്ഞുപോയി. അങ്ങനെ പലതും ഞാൻ പറഞ്ഞത് ഇങ്ങനെ അവസാന ഘട്ടത്തിൽ മാർക്സ് ഈ മൂന്നാം ലോക സമൂഹങ്ങളെന്നോ ജാതിയെന്നോ വംശീയത എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഷിഫ്റ്റ് മാറി വരുന്നുണ്ട്. ഇതിനിടയിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട് മൂപ്പരുടെ നോട്ട്ബുക്കുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ വ്യവകലനത്തെ കുറിച്ചിട്ടാണ്, കാൽക്കുലസിനെ കുറിച്ചിട്ട്. അതിനെ കുറിച്ച് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് വായിച്ചിട്ട് മനസ്സിലായിരുന്നില്ല, അതിന് ഞാൻ മേടിച്ചു വെച്ചു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു പഠനമുണ്ട്. മാത്തമാറ്റിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10-400 പേരുണ്ട് കേട്ടോ. ഈ മറ്റേ ഡെറിവേഷനെ കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങളിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിനൊരു ബദലൊക്കെ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. പോൾ ലഫാർഗ് എന്ന് പറഞ്ഞ മൂപ്പരുടെ മൂത്ത മകളുടെ ഭർത്താവുണ്ട്, ജെന്നി എന്ന് തന്നെയാ മൂത്ത മകളുടെ പേര്. ലോറ മാർസിന്റെ ഭർത്താവ് ലഫാർഗ് പറയണത് എക്കണോമിക്സ് വായിച്ച് വല്ലാതെ ബോറടിക്കുമ്പോ മൂപ്പര് മാത്തമാറ്റിക്സ് വായിക്കണം. വായിക്കാൻ പറ്റിയ സാധനം, ബോറടി മാറ്റാൻ പറ്റിയ ഒരു വിഷയമാണ്. അങ്ങനെ ആണ് മാർക്സിന്റെ ഒരു വിചാരം. ഞാൻ പറഞ്ഞ അങ്ങനെ എത്രയോ ദിശകളിലേക്ക് ഇപ്പൊ SS പ്രാവേർ എന്ന് പറയുന്ന ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ക്രിട്ടിക് മാർക്സിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മാർക്സ് ആൻഡ് ദ വേൾഡ് ലിറ്ററേച്ചർ.
എങ്ങനെയാണ് മാർക്സ് തന്റെ കൃതികളിൽ ലോക സാഹിത്യം, ഷേക്സ്പിയർ, ഡാന്റെ, ഹോമർ, എസ്കിലസ്, സോഫോക്ലീസ് ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചത്? അത് തന്നെ ഒരു 400ഓളം പേജുള്ള പുസ്തകമാണ്. എങ്ങനെയാണ് മാർക്സ് ലിറ്റററി സോഴ്സസിനെ തന്നെ ടെക്സ്റ്റിലേക്ക് കൂട്ടിയിണക്കിയത്? ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വിവിധങ്ങളായ താല്പര്യങ്ങളോടെ പാഞ്ഞുപോയ ഒരു മാരക ബുദ്ധിയായിരുന്നു മാർക്സിൻ്റെത്. അതുകൊണ്ട് മനുഷ്യർക്ക് അത് കോംപ്രിഹെൻഡ് ചെയ്യാനും അവരവരുടെ ഭാഗത്തിനും ഒരുക്കിയെടുക്കാനും എളുപ്പമുള്ളതായിരുന്നില്ല. ഒരുപക്ഷെ 19-20 നൂറ്റാണ്ടുകൾ ജന്മം നൽകിയ ഏറ്റവും മാരക സ്വഭാവമുള്ള, അഗ്രസീവ് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഇന്റലക്ട് ആയിരുന്നു മാർക്സിന്റെ. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അത്രയും ബൗദ്ധിക ശേഷിയുള്ള ആളുകളെ ചരിത്രത്തിൽ നമ്മൾ കാണാൻ പ്രയാസമാണ്. പണ്ട് ഈ രാജഗുരുക്കൾ പറയും, ഗുരുക്കള് രസമുള്ളൊരു മെറ്റഫർ പറയും. അതായത് ഓരോ ബുദ്ധിജീവികളും വന്നിട്ട് അവരവരുടേതായ ഒരു കുഴി ഉണ്ടാക്കും. ഇന്ത്യ പോണ ആളുകളൊക്കെ ആ കുഴിയിൽ വീഴും. അങ്ങനെ ആ കുഴി നിറയും. കുറച്ച് കഴിയുമ്പോൾ വീണ കുഴിയുന്ന ആളുകളൊക്കെ പിടിച്ചു കയറി പോകും. അങ്ങനെ ഒരുവിധം കുഴികളൊക്കെ ഇപ്പൊ പൂക്കോയുടെ കുഴി, നെറുതയുടെ കുഴി, അതിലൊന്നും ഇപ്പൊ ആരുമില്ല. പക്ഷെ മാർക്സിന്റെ കുഴിയിൽ ഇപ്പോഴും ആളുണ്ട് എന്ന് ഗുരുക്കൾ മാഷ് പറയും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിസ്ഥാന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ മാർക്സ് എങ്ങനെ വളരെ വൈവിധ്യം നിറഞ്ഞ ഒരു ചിന്താ പാരമ്പര്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അകത്ത് മാർക്സിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് കരുതുന്ന മാർക്സിസ്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അൽത്യൂസർ. അൽത്യൂസർ ആദ്യകാല മാർക്സിനെ, അതായത് 50കൾ വരെയുള്ള പൊളിറ്റിക്കൽ എക്കോണമിയിലേക്ക് തിരിയുന്നത് വരെയുള്ള മാർക്സ് ഹെഗേലിയനായ ഒരാളാണെന്നും അത് മാർക്സിലെ തന്നെ ഒരു ദൗർബല്യമാണ് എന്നും പറഞ്ഞ് അദ്ദേഹം ആദ്യകാല മാർക്സ്, പിൽക്കാല മാർക്സ് എന്ന് തിരിക്കുകയും ഇതിനിടയിൽ ഒരു കണ്ടിന്യൂറ്റി അല്ല, ഒരു വിച്ഛേദം, ഒരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് ഇതിനിടയിലുണ്ട് എന്ന് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ E.T. തോമസിനെതിരെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് പോവർട്ടി ഓഫ് തിയറി എന്നാണ്. മാർക്സിന്റെ ടൈറ്റിലിന്റെ ഓർമ്മയാണ്, പോവർട്ടി ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞ് പ്രൂഡോണിനെതിരെ മാർക്സ് എഴുതിയ പുസ്തകത്തിന്റെ ഓർമ്മയിലാണ് തോംസൺ ആ പുസ്തകം എഴുതുന്നത്. ഈ അൽത്യൂസറിലേക്ക് ആ പൊസിഷനെ റെഫ്യൂട്ട് ചെയ്യാൻ പറ്റിയ ആദ്യകാല മാർക്സിലും പിൽക്കാല മാർക്സിലും മാർക്സിന്റെ എല്ലാ ചിന്താ സന്ദർഭങ്ങളിലും ഒരുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ഈ മെറ്റീരിയലിസ്റ്റ് കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററിയാണ്. ആ നിലയിൽ മാർക്സിന്റെ ചരിത്ര സിദ്ധാന്തം എന്ന് പറയുന്നത് മാർക്സിനെ തന്നെ കൂട്ടിയിണക്കുന്ന ഒരു ത്രെഡാണ്. മാർക്സിന്റെ ചിന്തയിലെ തന്നെ ഇടർച്ചകളെന്നോ വൈരുദ്ധ്യങ്ങളെന്നോ ഒക്കെ പലപ്പോഴും വിശദീകരിക്കപ്പെട്ടതിനെ മറികടക്കുന്ന ഒരു ഘടകമായിട്ട് മാർക്സിന്റെ ചരിത്ര ദർശനം മാറുകയും ചെയ്തു. അതുകൊണ്ട് മാർക്സിൽ ഏറ്റവും കാതലായത് എന്തെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എക്കണോമിക് സ്റ്റഡിയെ കുറിച്ചും ഫിലോസഫിയെ കുറിച്ചും ഒക്കെ ആളുകൾക്ക് ഭിന്ന അഭിപ്രായങ്ങൾ സ്കോളേഴ്സിനുണ്ടെങ്കിലും മാർക്സിന്റെ ചരിത്ര സിദ്ധാന്തം ഇപ്പോഴും കാര്യമായിട്ടൊന്നും തള്ളപ്പെട്ടിട്ടില്ല. കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധരായ ആളുകൾ പോലും, വലിയ ചരിത്രകാരന്മാരും ഹിസ്റ്റോറിയൻസും ഈ മാർക്സിന്റെ വിശകലന രീതിയെ തങ്ങളുടെ ചിന്തയുടെ ആധാരമായിട്ട് അതേപടിയല്ല, പക്ഷെ പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിനെ അവര് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ആ നിലയിൽ മാർക്സിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിലൊന്ന് മാർക്സിന്റെ ചരിത്ര സിദ്ധാന്തത്തെ മനസ്സിലാക്കുക എന്നുകൂടിയാണ് എന്ന് വരുന്നുണ്ട്. ഇതെന്താണ് എന്ന് ചോദിച്ചാൽ വൈരുദ്ധ്യാത്മകതയെ കുറിച്ച് പറയുന്നത് പോലെയല്ല. വൈരുദ്ധ്യാത്മകതയെ കുറിച്ച് മാർക്സ് നേരിട്ടൊന്നും എഴുതിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ മാർക്സിന്റെ മെറ്റീരിയലിസ്റ്റ് കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നതിനെ സമ്മപ്പ് ചെയ്ത് മാർക്സ് ഒരു പാരഗ്രാഫ്, പക്ഷെ അത് അത്ര ഡെൻസായ ഒരു പാരഗ്രാഫാണ് അദ്ദേഹം അത് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 1859 കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി, അർത്ഥശാസ്ത്ര വിമർശനത്തിന് ഒരു സംഭാവന. അത് മൂലധനത്തിന്റെ ഭാഗമായി ആലോചിച്ച ഒരു ഭാഗമായിരുന്നു. വേറെ പുസ്തകമായിട്ട് അദ്ദേഹം ഇറക്കിയതുകൊണ്ട് പിന്നെ അദ്ദേഹം അത് കാര്യമായിട്ട് സമ്മപ്പ് ചെയ്ത് മാത്രമേ മൂലധനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. മൂലധനത്തിന്റെ ഭാഗമാകേണ്ട ഒരു ടെക്സ്റ്റ് ആയിരുന്നു. അതിനൊരു ആമുഖം അദ്ദേഹം എഴുതുന്നുണ്ട്, പ്രിഫേസ്. അതില് അദ്ദേഹം എന്താണ് ഈ മാർക്സിസ്റ്റ് ചരിത്ര വീക്ഷണം അല്ലെങ്കിൽ ചരിത്രപരമായ ഭൗതികവാദം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഞാനത് വായിക്കാം. മറ്റൊന്ന്, കാച്ചിക്കുറുക്കി അദ്ദേഹം പറഞ്ഞ മാർക്സിസ്റ്റ് ചരിത്ര സിദ്ധാന്തം കാച്ചിക്കുറുക്കി എഴുതിയ ഗംഭീരമായ ഒരു വാക്യം, മാനിഫെസ്റ്റോന്റെ 1ാമത്തെ വാക്യം, പ്രിഫേസ് അല്ല, അതിന്റെ ആമുഖം പോലെ യൂറോപ്പിനെ ഭൂതം പിടികൂടുന്നു എന്ന വാക്യമല്ല. അത് കഴിഞ്ഞ് 1-ാം അധ്യായം തുടങ്ങുന്നല്ലോ.
1-ാം അധ്യായം തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതർടു സൊസൈറ്റീസ് ഇസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾസ്. ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതർടു സൊസൈറ്റീസ്, നാളിതുവരെയുള്ള ലോകത്തിന്റെ സമൂഹത്തിന്റെ ചരിത്രം എന്നത് ഇറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾസ്, വർഗ സമരങ്ങളുടെ ചരിത്രം. അതുകൊണ്ട് ചരിത്രം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് മാർക്സിസ്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾസ് എന്നത്. മൂന്നാമത്തെ ഒരു പ്രസ്താവന വേണമെങ്കിൽ നമുക്ക് മാർക്സിന്റെ ഹിസ്റ്റോറിക്കൽ ഫിലോസഫിയോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാവുന്നത് ഞാൻ ഇന്നലെ ഉദ്ധരിക്കുകയുണ്ടായി. 18th ബ്രൂമയറിൽ മാർക്സ് പറയുന്നത് മെൻ മേക്സ് ഹിസ്റ്ററി, മനുഷ്യർ ചരിത്രം ഉണ്ടാക്കുന്നു, നോട്ട് അക്കോർഡിംഗ് ടു ദെയർ വിഷ് ബട്ട് ഇൻ ദ ഗിവൺ കണ്ടീഷൻ. ഇത് മനുഷ്യനും ചരിത്രവും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഈ 3 പ്രസ്താവന എടുത്തു കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ വികാസ പ്രക്രിയയെ നിർണയിക്കുന്നത് വർഗസമരങ്ങളാണ് എന്ന കാര്യം, ചരിത്രത്തിൽ മനുഷ്യരിടപെടുന്നത് ലഭ്യമായ ഘടനകൾക്കുള്ളിലാണ്, പക്ഷെ തങ്ങളുടെ ഇച്ഛയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ന നിലയിൽ ചരിത്രവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഒപ്പം ഈ വർഗപരമായ ഘടനാബന്ധങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നതിനെ കുറിച്ചുള്ള ഈ കോൺട്രിബ്യൂഷന്റെ ആമുഖത്തിലെ പ്രസ്താവന. അത് വർഗ വിശകലനം മാത്രമല്ല, സംസ്കാരം എന്ന് നമ്മൾ പറഞ്ഞു പോരുന്നതിനെ കുറിച്ച് ഉള്ള മാർക്സിസ്റ്റ് ധാരണയുടെ കാതലും അതാണ്. ഞാനൊന്ന് വായിക്കാം. ഞാൻ ഇപ്പൊ വായിച്ച് വിശദീകരിക്കുകയല്ല, പിന്നീട് നമുക്കിത് കൂടുതൽ പറയേണ്ടി വരും, എങ്കിലും ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. In the social production of their existence, men inevitably enter into definite relation, which are independent of their will, namely relations of production appropriate to a given stage in the development of their material forces of production. The totality of these relations of production constitutes the economic structure of society, the real foundation on which arises a legal and political superstructure, and to which correspond definite forms of social consciousness. The mode of production of material life conditions the general process of social, political, and intellectual life. It is not the consciousness of men that determines their existence, but their social existence that determines their consciousness. At a certain stage of development, the material productive forces of society come into conflict with the existing relations of production, with the property relations within the framework of which they have operated hitherto. From forms of development of the productive forces, these relations turn into their fetters. Then begins an era of social revolution. എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങളുടെ സാമൂഹികമായ നിലനിൽപ്പിന്റെയും അതിന്റെ ഭാഗമായ ഉൽപാദനത്തിന്റെയും സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഉൽപാദനത്തിന്റെ ഭാഗമായി മനുഷ്യർ ചില സാമൂഹിക ബന്ധങ്ങളിൽ, ഉൽപാദന ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ഈ ഉൽപാദന ബന്ധങ്ങളുടെ, മനുഷ്യർ ഏർപ്പെടുന്ന ഉൽപാദന ബന്ധങ്ങളുടെ ആകത്തുകയാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും യഥാർത്ഥമായ അടിസ്ഥാനം. ഇതാണ് മാർക്സിന്റെ ഹിസ്റ്റോറിക്കൽ ഫിലോസഫിയുടെ ഫണ്ടമെന്റൽ പൊസിഷൻ. ഉൽപാദന വ്യവസ്ഥയാണ് സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനം. ഈ ഉൽപാദന ബന്ധങ്ങൾക്ക്, ഉൽപാദന വ്യവസ്ഥയ്ക്ക് മുകളിൽ ആശയങ്ങളുടേതായ ഒരു മേൽത്തട്ട്, ഒരു സൂപ്പർ സ്ട്രക്ചർ ഉയർന്നു വരുന്നു. ഈ സൂപ്പർ സ്ട്രക്ചറാണ് മനുഷ്യാവബോധത്തിൽ പല നിലയിൽ വരുന്നത്. ലീഗൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ എന്നൊക്കെ പറയുന്നത്, റിലീജിയസ് എന്നൊക്കെ പറയുന്നത് ഈ സൂപ്പർ സ്ട്രക്ചറൽ ഫിനോമിനനാണ് എന്ന് അദ്ദേഹം പറയും. ഇങ്ങനെ മനുഷ്യർ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഉൽപാദന ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യർ ഉൽപാദന പ്രക്രിയ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു സവിശേഷ ഘട്ടം കഴിയുമ്പോൾ ഉൽപാദന ശക്തികൾ, ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, ആ ഉൽപാദന ശക്തികളുടെ വികാസത്തിന്, നിലനിൽപ്പിന്, വളർച്ചയ്ക്ക് ഒക്കെ ഈ അവർ തന്നെ ഉണ്ടാക്കിയ ഉൽപാദന ബന്ധങ്ങൾ വിലങ്ങുതടിയാവും. അവരുടെ തന്നെ ഉൽപാദന ശക്തികളുടെ വികാസത്തെ ഉൾക്കൊള്ളുന്ന, അതിന് പ്രായോഗികാവിഷ്കാരം നൽകുന്ന ഒന്ന് എന്നതിന് പകരം
ഉൽപാദന ശക്തികളുടെ വികാസത്തെയും ആവിഷ്കാരത്തെയും തടയുന്ന ഒന്നായി. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഫോംസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ രൂപ സംവിധാനങ്ങൾ എന്നതിന് പകരം ഫെറ്റേഴ്സ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ശക്തികളുടെ വികാസത്തിലെ ചങ്ങലകളായി ഉൽപാദന ബന്ധങ്ങൾ മാറും. അങ്ങനെ മാറുന്ന സമയത്ത് സമൂഹത്തിൽ ഒരു ക്രൈസിസ് ശക്തമാണ്. ഇതാണ് ഒരു വിപ്ലവ ഘട്ടത്തിന്റെ, സോഷ്യൽ റവല്യൂഷന്റെ ഒരു ഘട്ടമായി തീരുന്നത്. അപ്പൊ ആകത്തുകയിൽ എന്താണ്? ഇതാണ് മാർക്സിന്റെ ഏറ്റവും കാതലായ ആ ഒരു പാരഗ്രാഫിന്റെ പകുതിയുള്ളൂ. ഞാൻ മുമ്പിലും പിന്നിലും കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിൽ മാർക്സ് 3 കാര്യങ്ങളാണ് പറയുന്നത് പ്രധാനമായിട്ടും. ഒന്ന്, സാമൂഹിക ഉൽപാദനത്തിന്റെ ഭാഗമായി മനുഷ്യർ ഉൽപാദന പ്രവർത്തനം നടത്തുന്നത് ചില സവിശേഷ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടാണ്. അതാണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഒറ്റക്കൊറ്റക്ക് തോന്നിയ പോലെയല്ല. ഉൽപാദന ശക്തികളുടെ വികാസത്തിന്റെ തോതനുസരിച്ച് ഓരോ സമൂഹ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ഉൽപാദന ബന്ധങ്ങൾ ഉണ്ടാവും. ഉൽപാദന ശക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിക്കുന്ന തൊഴിലാളി ഒരു ഭാഗത്തുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, അസംസ്കൃത വസ്തുക്കളുണ്ട്, യന്ത്രസാമഗ്രികളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഉൽപാദന ശക്തികൾ എന്ന് പറയുന്നത്. അതിൽ ചരസ്വഭാവമുള്ളത് മനുഷ്യരുടെ അധ്വാനത്തിലാണ്, ബാക്കിയൊക്കെ സ്ഥിര സ്വഭാവമുള്ളതാണ്. യന്ത്രം, സാങ്കേതിക വിദ്യ, അസംസ്കൃത വസ്തുക്കൾ ഉള്ളത്. ഇതാണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഉൽപാദന ശക്തികൾ ആണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യന് തന്നിഷ്ടം പോലെ ഉൽപാദനം നടത്താൻ പറ്റില്ല. സാങ്കേതിക വിദ്യയുടെ സ്വഭാവം അതിൽ ഇടപെടും. അസംസ്കൃത വിഭവങ്ങൾ ലഭ്യമാകണം, അധ്വാനത്തെ ആസൂത്രണം ചെയ്യുന്ന രീതി ലഭ്യമാകണം. മനസ്സിലായില്ല? അങ്ങനെ പലതരത്തിലുള്ള ആ ഘടകങ്ങളുടെ ആകത്തുകയിലെ ഉൽപാദന പ്രവർത്തനം നടത്താൻ പറ്റും. അല്ലാതെ മനുഷ്യരുടെ ഉൽപാദന പ്രക്രിയ ഉൽപാദകരുടെ ഇഷ്ടാനിഷ്ടം കൊണ്ട് മാത്രമൊന്നും നടക്കില്ല. ഓരോ ഘട്ടത്തിലും ഉൽപാദന ശക്തികളുടെ വളർച്ചയുടെ തോതെന്താണോ ആ തോതനുസരിച്ച് ഉൽപാദന ബന്ധങ്ങളും ഉൽപാദനവും സാധ്യമാകും. അതുകൊണ്ടാണ് ഈ മറ്റേ വേദത്തിലെ ആറ്റം ബോംബുണ്ടെന്ന് പറയുന്നത് പൊട്ടത്തരായി മാറും. കാരണം ഇതുണ്ടാവണമെങ്കിൽ എത്രയോ കാലത്ത് സാങ്കേതിക വിദ്യാ പരിണാമങ്ങളും അതിന്റെ അക്യുമുലേറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങും ടെക്നോളജിയുടെ ഡെവലപ്മെന്റും ഒക്കെ വേണം. അത് മനസ്സിലാക്കാൻ മാർഗമൊന്നും വേണ്ട കേട്ടോ, മിനിമം ബുദ്ധി മതി. അതിന് പണ്ട് പറഞ്ഞ പോലെ വിജയമാഷ് പറയുന്നുണ്ട് നമ്മുടെ ഒരു നിരൂപകനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞ വാദങ്ങളൊക്കെ നല്ലതാണ്, ഞാൻ നിരൂപന്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് മാഷ് പറയാ, അദ്ദേഹം പറയുന്ന വാദങ്ങളൊക്കെ നല്ലതാണ്. ആകെ ഒരു പ്രശ്നമുള്ളത് ഇത്രയും ചെറിയ കാര്യം പറയാൻ എന്തിനാണ് ഇത്രയും ഒച്ച എന്നത് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം മറ്റത് ബൊംബാസ്റ്റിക് ആയിട്ടാ പറയാ. പറഞ്ഞത് എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് പോലെയുള്ള ഒരു സാധാരണ കാര്യമാണ്. പക്ഷെ പറയുന്നത് കണ്ടു കഴിഞ്ഞാല് അമ്മാതിരി ടോണിലാ പറയുന്നത്. നിങ്ങൾക്കൊക്കെ ബഹുമാനമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്ത. വിമാനങ്ങളെ ഉണ്ടല്ലോ എന്നതുപോലെ ഈ എന്താ പറയാ, എന്ത് പറഞ്ഞാണ് ഞാൻ അതിലേക്ക് പോയതാവും പോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് എൻറ്റയർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, അത് അബ്സല്യൂട്ട് അല്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ശക്തികളുടെ തോതും തരവും അനുസരിച്ചാണ്. എന്തൊക്കെ വിഭവങ്ങൾ ലഭ്യമാണ്, എത്രയൊക്കെ സമാഹരിക്കാൻ പറ്റും, ഏതു തരത്തിൽ സാങ്കേതിക വിദ്യ വളർന്നു, ഇങ്ങനെ എത്രയോ ഘടകങ്ങളുടെ ആകത്തുകയിലാണ് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. ആ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. മനസ്സിലായല്ലോ? അപ്പൊ ഉൽപാദന ശക്തികള്, ഉൽപാദന ബന്ധങ്ങള്, അത് ആകെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഉൽപാദന വ്യവസ്ഥ. ഈ ഉൽപാദന വ്യവസ്ഥയാണ് സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനം. എവിടെയാണ് മാർക്സിസം ബേസിക്കലി മെറ്റീരിയലിസ്റ്റ് ആവുന്നത്? മാർക്സിസം അടിസ്ഥാനപരമായി ഭൗതികമാണെന്ന് പറയുന്നത് മനുഷ്യരുടെ ഉണ്മ എന്ന് പറയുന്നത് ഈ ഉൽപാദന വ്യവസ്ഥാപരമായ സമൂഹ ബന്ധത്തിനുള്ളിലാണ്, അല്ലാതെ ആശയങ്ങളോ ദൈവബോധമോ ഒന്നുമല്ല. അതാണ് മാർക്സ് പിന്നെ അടുത്തൊരു വരിയിൽ ഞാൻ വായിച്ചെടുത്ത് പറയുന്നുണ്ട്, സോഷ്യൽ എക്സിസ്റ്റൻസ് ആണ് കോൺഷ്യസ്നെസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലാതെ തിരിച്ചല്ല. ബോധം
അസ്തിത്വത്തെയല്ല, അസ്തിത്വം ബോധത്തെയാണ്. അപ്പൊ മാർക്സിന്റെ ആദ്യത്തെ പൊസിഷൻ, മാർക്സിസ്റ്റ് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, തിയറി ഓഫ് ഹിസ്റ്ററിയുടെ ഫണ്ടമെന്റൽ പൊസിഷൻ എന്ന് പറയുന്നത് ഉൽപാദന ശക്തികളുടെ വികാസത്തിന്റെ തോതനുസരിച്ച് മനുഷ്യർ തങ്ങളുടെ ജീവിതായോധനത്തിന്റെ ഭാഗമായി ചിലതരം ഉൽപാദന ബന്ധങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. ഉൽപാദന ബന്ധങ്ങൾ നിശ്ചലമല്ല, ഉൽപാദന ശക്തികളുടെ വികാസത്തിന്റെ തോതനുസരിച്ച്. പക്ഷെ ഈ ഉൽപാദന ബന്ധങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉൽപാദന ശക്തികളും ഇത് രണ്ടും ചേർന്ന ഉൽപാദന പ്രക്രിയയും, ഇതാണ് സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനം. ഇതാണ് ദ റിയൽ ഫൗണ്ടേഷൻ ഓഫ് സൊസൈറ്റി എന്ന് മാർക്സ് പറയുന്നു, യഥാർത്ഥമായ അടിസ്ഥാനം. ആൻഡ് ഓൺ വിച്ച് എ സൂപ്പർ സ്ട്രക്ചർ എമർജ്. അതിനു മുകളിൽ, അതിനെ ആശ്രയിച്ച് ഒരു ഉപരിഘടന ഉയർന്നു വരും. അതാണ് പൊളിറ്റിക്കൽ, ലീഗൽ, ഫിലോസഫിക്കൽ, സ്പിരിച്വൽ എന്നെല്ലാം പറയുന്ന ആശയാവലികളുടെ ഒരു മണ്ഡലം. നമ്മൾ സംസ്കാരം എന്ന് സാമാന്യേന പറയുന്ന ഒരു മണ്ഡലം ഉയർന്നു വരും. ഈ സംസ്കാരത്തിന്റെ മണ്ഡലം അതുകൊണ്ട് സാധാരണ നിലയിൽ കാണുന്നത് പോലെ വ്യക്തികളുടെ തോന്നലല്ല, പ്രതിഭാശാലികളുടെ സ്വകാര്യ സൃഷ്ടിയല്ല, ഉൽപാദന ബന്ധങ്ങളെ മുൻനിർത്തി തിരിഞ്ഞു വരുന്ന ആശയാവലികൾ. ഇതിനുള്ളിലാണ് മനുഷ്യർ നിലനിൽക്കുകയും അവർ ലോകത്തെ അറിയുകയും ലോകത്തിൽ ഇടപെടുകയും ചെയ്യുന്നത്. കാരണം ലോകത്തെ അറിയാൻ നിങ്ങളുടെ കയ്യിലുള്ള ഉപാധി ഈ പറയുന്ന പ്രത്യയശാസ്ത്ര വ്യവഹാരങ്ങളാണ്. മനുഷ്യബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൂപ്പർ സ്ട്രക്ചറിന്റെ ഭാഗമായി വരുന്ന ആശയാവലികളിലൂടെയുള്ള തിരിച്ചറിവാണ്. ലീഗൽ, പൊളിറ്റിക്കൽ, സ്പിരിച്വൽ, റിലീജിയസ് ആയ വിഷയങ്ങളെ കുറിച്ചുള്ള ധാരണയാണ് നമ്മുടെ ലോകബോധം. ആ ലോകബോധത്തെ ആധാരമാക്കുന്നത് മനുഷ്യരുടെ ഭൗതികമായ അസ്തിത്വമാണ്, അവരുടെ ഉൽപാദന ബന്ധം. അപ്പൊ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ആണ് കോൺഷ്യസ്നെസ്സിനെ രൂപപ്പെടുത്തുന്നത്, തിരിച്ചല്ല. മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ആകട്ടെ അടിസ്ഥാനപരമായ എന്തിലാണ്? സോഷ്യൽ പ്രൊഡക്ഷനിലാണ്. ഉൽപാദനപരമാണ് സാമൂഹിക അസ്തിത്വം, സാമൂഹിക അസ്തിത്വത്തിലാണ് ബോധം. വ്യക്തമാണല്ലോ. ഇനി അടുത്തൊരു പടവിൽ മാർക്സ് പറയുന്നത്, പക്ഷെ ഇങ്ങനെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ശക്തികളുടെ വിനിയോഗമാണ് ഉൽപാദന ബന്ധം. പക്ഷെ ഉൽപാദന ശക്തികൾ നിശ്ചലമല്ല, മനുഷ്യരാണ്, സാങ്കേതിക വിദ്യയാണ്, അസംസ്കൃത വസ്തുക്കളാണ്, ഇതെല്ലാം ചേർന്ന ഒന്നാണ്. ഇതിൽ ചലന സ്വഭാവമുള്ള ഒന്ന് അധ്വാന ശക്തിയാണ്. ഒപ്പം തന്നെ വിഭവ സാധ്യതകളും സാങ്കേതിക വിദ്യയും ഒക്കെ പരിണമിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഉൽപാദന ശക്തികളുടെ വളർച്ചയെ ഉൾക്കൊള്ളുന്നതിന് പകരം ഉൽപാദന ശക്തികളുടെ വളർച്ചയ്ക്ക് വിഘാതമാകുന്ന ഒന്നായിട്ട് പതിയെ പതിയെ ഉൽപാദന ബന്ധം മാറും. ഇതാണ് ഉൽപാദന ബന്ധങ്ങളുടെ ഡയലക്റ്റിക് ക്യാരക്ടർ. ഉൽപാദന ബന്ധത്തിനകത്തെ ഉൽപാദനം നടക്കും. വ്യക്തമാണല്ലോ. ഓരോ ഘട്ടത്തിലും സവിശേഷമായ ഉൽപാദന ബന്ധങ്ങളുണ്ട്, അതിനകത്ത് ഉൽപാദനം നടക്കും. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഉൽപാദന ശക്തികളെ ഉൾക്കൊണ്ട് ഉൽപാദനത്തെ മുമ്പോട്ട് നയിക്കുന്നതിന് പകരം ഉൽപാദന ശക്തികളെ തടയുന്ന ഒന്നായിട്ട് ഉൽപാദന ബന്ധങ്ങൾ മാറിത്തീരും. അതോടെ ഒരു സൊസൈറ്റിക്കകത്ത് ഇൻഹറന്റ് ആയ ഒരു കോൺട്രഡിക്ഷൻ രൂപപ്പെടും. അത് ഉൽപാദന ശക്തികളുടെ വികാസവും നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങൾ അതിലുണ്ടാക്കുന്ന തടസ്സവും. ഇതാണ് ഒരു വിപ്ലവ സന്ദർഭം. ഞാൻ എപ്പോക്ക് ഓഫ് റെവല്യൂഷൻ, ഒരു വിപ്ലവ സന്ദർഭം. ആ വിപ്ലവം പൂർത്തിയാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഉൽപാദന ബന്ധങ്ങളെ അട്ടിമറിച്ച് ഉൽപാദന ശക്തികളുടെ വികാസത്തെയും വളർച്ചയെയും അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഉൽപാദന ബന്ധം രൂപപ്പെടുന്നതോടെ സമൂഹ ചരിത്രത്തിൽ അടുത്തൊരു യുഗം ആരംഭിക്കുന്നു. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ പറഞ്ഞ ഡയലക്റ്റിക്കിന്റെ ലോജിക്ക് ഇതിനകത്തുണ്ട്. കാരണം ഒരു എൻറ്റിറ്റി, അതിനകത്ത് ഉൽപാദന ബന്ധങ്ങൾ, ഉൽപാദന ശക്തികൾ, അവയ്ക്കിടയിലുള്ള വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യം മൂർച്ഛിച്ചു വരികയും അത് രണ്ടും പരിഹരിക്കപ്പെട്ട് ഉൽപാദന ശക്തികളുടെ പിന്നോക്കാവസ്ഥയെ, ഉൽപാദന ബന്ധങ്ങളുടെ പിന്നോക്കാവസ്ഥയെ തിരുത്തുന്നു. ഉൽപാദന ശക്തികൾ ഉയർന്ന ഒരു പടവിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. അപ്പോ ഉൽപാദന ബന്ധങ്ങളുടെ ഭാഗമായി മനുഷ്യര് ഉൽപാദന ശക്തികളുടെ വളർച്ചയുടെ ഭാഗമായിട്ട് നിലവിലുള്ള ഉൽപാദന ബന്ധങ്ങളുടെ കെട്ടുപൊട്ടിക്കുക. ഉൽപാദന ബന്ധങ്ങളുടെ കെട്ടുപൊട്ടുക എന്ന് പറഞ്ഞാൽ ഉൽപാദന ബന്ധം മാത്രമായിട്ട് പൊട്ടില്ല.
കാരണം ആ ഉൽപാദന ബന്ധങ്ങൾക്ക് മുകളിൽ ഭീമാകാരമായ ആശയവ്യവസ്ഥകളുണ്ട്. കല, സാഹിത്യം, ചരിത്രം, വിജ്ഞാനം, സംസ്കാരം, മതം, ദർശനം ഒക്കെ ഇതിന്റെ മുകളിലുണ്ട്. അപ്പൊ ഉൽപാദന വ്യവസ്ഥയുടെ കെട്ടുപൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എൻറ്റയർ ഹ്യൂമൻ സ്ട്രക്ചർ, സോഷ്യൽ മാറും. അങ്ങനെ ലോകം സ്വയം മനസ്സിലാക്കുന്ന രീതി ആകമാനം മാറും. അങ്ങനെ ഒരു എപ്പോക്കലായ ചേഞ്ച്, യുഗനിർണായകമായ ചേഞ്ച് സമൂഹത്തില് രൂപപ്പെടും. ഇതാണ് സമൂഹ പരിണാമത്തിന്റെ അടിസ്ഥാന തത്വമായിട്ട് മാർക്സ് മുമ്പോട്ട് വെച്ചത്. ഈ പ്രക്രിയയുടെ ആധാരമാണ് ഞാൻ മാനിഫെസ്റ്റോയിൽ നിന്ന് ഉദ്ധരിച്ച വാക്യം. The history of all hitherto societies is the history of class struggles. ലോകത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിക്കൽ തിങ്കിങ്ങിന്റെയും സോഷ്യൽ അനാലിസിസിന്റെയും കാതലായ വാക്യാണ് ക്ലാസ് എന്നത്. പക്ഷെ മാർക്സ് എന്താന്ന് പറഞ്ഞില്ല. മുപ്പര് വിട്ട് കളഞ്ഞ കേസിന്റെ പല കേസുകളിലൊന്നും ഇതാണ്. അദ്ദേഹം എഴുതുന്നുണ്ട് കേട്ടോ. മൂലധനം നോക്കിയാല് 3-ാം വാള്യത്തിലെ അവസാനത്തെ അധ്യായം, 51-ാമത്തെ അധ്യായം, വർഗങ്ങൾ എന്നാണ് എന്റെ ടൈറ്റില്. എന്താണ് വർഗം എന്നൊരു ചോദ്യം മൂപ്പര് ചോദിച്ചിട്ട്, എന്താണ് വർഗത്തെ നിർണയിക്കുന്നത്? വരുമാനത്തിന്റെ സ്രോതസ് അനുസരിച്ച് നമുക്ക് വർഗങ്ങളെ 3ആയിട്ട് കാണാം. ഭൂമിയുടെ ഉടമകൾ, അതുപോലെ തന്നെ മുതലാളിമാര്, തൊഴിലാളികൾ. തൊഴിലാളികളുടെ വരുമാനത്തിന്റെ സ്രോതസ് അധ്വാനമാണ്. ഭൂമിയുടെ ഉടമകളുടെ സ്രോത് പാട്ടവും മറ്റുമാണ്. മുതലാളിമാരുടേത് കച്ചവടം, അല്ല, അവർ ഉൽപാദനം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് എന്ന് കാണാം. എന്ന് പറഞ്ഞ് വരുമാനത്തിന്റെ സ്രോതസ്സിനെ വർഗത്തിന്റെ അടിസ്ഥാനമായിട്ട് മാർക്സ് 51-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ പാരഗ്രാഫിൽ അവതരിപ്പിക്കുന്നു. പിന്നാലെ മാർക്സ് പറയുന്നത്, പക്ഷെ അങ്ങനെ കരുതിയാനുള്ള കുഴപ്പം, അപ്പൊ ഒരു ഡോക്ടറുടെ വരുമാനത്തിന്റെ സ്രോതസ് ഒരു കച്ചവടക്കാരന്റെ വരുമാനത്തിന്റെ സ്രോതസ് അല്ലല്ലോ. അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരാളുടെ വരുമാനത്തിന്റെ സ്രോതസ് കാർഷിക വൃത്തിയിൽ ബന്ധപ്പെടുന്ന മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുടെ വരുമാനത്തിന്റെ സ്രോതസ്സല്ല. അങ്ങനെ വരുമ്പോൾ വർഗം എന്ന സങ്കല്പം തന്നെ ശിഥിലമായി തീരും. അതുകൊണ്ട് ഈ മാനദണ്ഡം പര്യാപ്തമല്ല. അങ്ങനെ താൻ തന്നെ നിർദ്ദേശിച്ച ആദ്യത്തെ ഒരു മാനദണ്ഡത്തിന്റെ ആ പരിമിതി സൂചിപ്പിച്ച് അതല്ല വർഗസങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്ന് വരെ മാർക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എംഗൽസിന്റെ ഒരു നോട്ടാണ്. ഈ കുറിപ്പ് ഇവിടെ അവസാനിക്കുന്നു. മാർക്സ് പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. എങ്കിലും മാർക്സിനെ ആകമാനം വായിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ മാർക്സിന്റെ ചിന്തയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എന്താണ് വർഗം എന്നതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തതയൊക്കെ കിട്ടും. മാർക്സ് ഡിഫൈൻ ചെയ്തില്ല എന്നതുകൊണ്ട് മാർക്സിൽ അതിൽ വ്യക്തതയില്ല എന്നൊന്നും കരുതരുത്. ഡിഫൈൻ ചെയ്യാൻ മാർക്സ് മുതിരാതിരുന്നതിന്റെ ഒരു കാരണം ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചു. ഡെഫിനിഷൻ എന്നുള്ളത് ഒരു നിശ്ചിത വസ്തുവിനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു പ്രക്രിയയെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, വിവരിക്കാനേ പറ്റും. അതുകൊണ്ട് കൂടിയാവണം മാർക്സിന് അത് പ്രധാനം. എങ്ങനെയാണ് വർഗം മുതലാളിത്തത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ വിശദീകരണമാണ് മൂലധനം. വർഗം എന്താണ് എന്നത് പരീക്ഷാവാസാനുള്ള ഒരു ഉത്തരമാണ്. മറിച്ച് വർഗം എന്ത് എന്നതിന്റെ വിശകലനമാണ് മുതലാളിത്തത്തെ മുൻനിർത്തി മാർക്സ് നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാം. മുതലാളിത്തത്തിന്റെ ഘടനാപരമായ പ്രകൃതത്തിൽ വർഗങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് വിശദീകരിച്ചതുപോലെ മുതലാളിത്ത പൂർവ്വ സമൂഹങ്ങളെ കുറിച്ച് മാർക്സ് അങ്ങനെ പരിശോധിച്ചിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ജനറൽ ഒബ്സർവേഷൻസ് ആണ്. കുറച്ചെങ്കിലും മാർക്സ് ആ നിലയിൽ ആലോചിച്ച ഒരു കൃതി ഗ്രുൻഡ്രിസ് ആണ്. ഗ്രുൻഡ്രിസ് എന്ന് പറയുന്നത് 1857-58 കാലത്ത് മാർക്സ് തന്റെ എക്കണോമിക് തിങ്കിങ് അല്ല, തന്റെ ആകമാനമുള്ള ചിന്തയുടെ ഒരു കരട് സ്വന്തം നിലയ്ക്ക് മാർക്സ് എഴുതിയുണ്ടാക്കുകയും ഏതാണ്ട് 7 നോട്ട് ബുക്കുകളിലായിട്ട് 1857 ഓഗസ്റ്റ് മുതൽ 88 മാർച്ച് വരെ 8 മാസം കൊണ്ട് അത് മുഴുവൻ മൂപ്പര് അതിന്റെ ഒരു കരടുണ്ടാക്കി. അത് താൻ എന്തൊക്കെ എഴുതണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ സ്വയം ഒരു പ്രിപ്പറേഷനാണ്. അത് തന്നെ 7 മാസം കൊണ്ടാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. അതിൽ 6 ഭാഗങ്ങളാണ്. മൂലധനം മുതൽ മറ്റേ ഇന്റർനാഷണൽ മാർക്കറ്റ് വരെ, മൂലധനത്തിൽ തുടങ്ങി അന്താരാഷ്ട്ര വിപണി വരെ, അതിൽ സ്റ്റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ നിരവധി 6 ഘടകങ്ങളുണ്ട്. ഈ 6 ഘടകങ്ങൾ ഉൾപ്പെട്ട ഒരു ഭീമാകാരം പ്രൊജക്റ്റാണ് മൂപ്പര് എഴുതി പൂർത്തിയാക്കാൻ പദ്ധതി ഇട്ടത്. അതിലെ 1-ാമത്തെ ഭാഗമായിരുന്നു മൂലധനം. അതിൽ 1-ാമത്തെ അധ്യായമാണ് മൂപ്പർക്ക് ജീവിതകാലം കൊണ്ട് എഴുതി പബ്ലിഷ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ പുള്ളിയുടെ പ്രോജക്റ്റും പുള്ളി എഴുതി തീർത്തതും തമ്മിൽ അത്ര അകലമുണ്ട് എന്ന് പറയുകയാണ്. ആ ഗ്രുൻഡ്രിസ് അങ്ങനെ 57-58 കാലത്ത് മൂപ്പര് എഴുതിയ ഈ കുറിപ്പുകൾ എല്ലാം കൂടി ചേർത്ത്
അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല. പക്ഷെ പിന്നീട് 1940കളുടെ തുടക്കത്തില് അത് പബ്ലിഷ് ചെയ്യപ്പെടുകയുണ്ടായി. 1951 അതിന്റെ ജർമ്മൻ പതിപ്പ് 2ാം പതിപ്പ് വന്നു. 1973 അത് ഇംഗ്ലീഷിലേക്ക് വന്നു. റോസ്ഡോൾസ്കി എന്ന് പറയുന്ന മാർസോളജിസ്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ആള് അത് ലോകത്തിന്റെ വലിയ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പിന്നെ അത് ഗ്രൂൻഡ്രിസ് എന്ന് പറയുന്നത് മാർക്സിന്റെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായി മാറുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ മാർക്സിന്റെ തോട്ട് പ്രോസസ് എന്താണ്, മാർക്സിന്റെ ചിന്താ രീതി എന്താണ് എന്നത് നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാവുന്നത് ഗ്രൂൻഡ്രിസിൽ നിന്നാണ്. ഒരു വിഷയത്തെ തന്നെ പല കോണുകളിലൂടെ നോക്കുക, ഓരോ കോണിലൂടെയും നോക്കുമ്പോൾ കിട്ടുന്ന തെളിച്ചങ്ങളും അവിടെ മങ്ങിപ്പോകുന്നത് എന്താണെന്ന് കാണുക, മറ്റൊരു കോണിൽ കൂടി അതിനെ തന്നെ നോക്കുക, അങ്ങനെ ഒരു വിഷയത്തെ തന്നെ പല കോണുകളിലൂടെ നോക്കുകയും അതിന്റെ സാധ്യതകളും പരിമിതികളും ഒക്കെ വിശദീകരിച്ച് പോകുന്ന ഒരു വർക്ക് നോട്ട്ബുക്ക് പോലത്തെ ഒരു സാധനമാണ് അത് ഗ്രൂൻഡ്രിസ്. ഗ്രൂൻഡ്രിസ് എന്നുള്ളതിന്റെ ജർമ്മൻ വാക്കാണ്, അതിന്റെ അർത്ഥം ഫൗണ്ടേഷൻസ്, അടിസ്ഥാനങ്ങൾ. മാർക്സ് അതിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന പേര് ഗ്രൂൻഡ്രിസ് എന്നല്ല, എന്താണ്, ക്രിട്ടിക് ഓഫ് എക്കണോമിക് കാറ്റഗറീസ്, സാമ്പത്തിക സമ്മർദ്ദങ്ങളുടെ വിമർശനം എന്ന പേരിൽ അത് എഴുതണം എന്ന് ലെസാലിന് എഴുതിയ ഒരു കത്തിൽ മാർക്സ് പറയുന്നുണ്ട്. പക്ഷെ മാർക്സ് അങ്ങനെ പേരൊന്നും കൊടുത്തില്ല, ഇവരാണത് കൊടുത്തത്. പിന്നെ കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് ഗ്രൂൻഡ്രിസ് ലോകത്തിന്റെ ശ്രദ്ധയിൽ വലിയ തോതിലുണ്ട്. ഗ്രൂൻഡ്രിസിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഫിലോസഫേഴ്സ് ഉണ്ട് കേട്ടോ, ഗ്രൂൻഡ്രിസിൽ മാത്രം. ഇപ്പൊ സമീപകാലത്ത് ഗ്രൂൻഡ്രിസിനെ കുറിച്ച് ഇറങ്ങിയ പ്രധാനപ്പെട്ട കൃതി ഡേവിഡ് ഹാർവിയുടെ എ കമ്പാനിയൻ ടു ഗ്രൂൻഡ്രിസ് എന്ന് പറഞ്ഞാണ്. ഞാനൊന്ന് മറിച്ചു നോക്കണ്ടായി, അതിന് വേറെ 2 കമ്പാനിയൻ വേണം. ഗ്രൂൻഡ്രിസ് അത് എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡേവിഡ് ഹാർവിയുടെ രീതി അതാണ്, ഒരു നിലക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു രീതി വെച്ച് പറഞ്ഞതാണ്, വഴങ്ങി കിട്ടാൻ എളുപ്പമല്ല, അതുകൊണ്ട്. അപ്പൊ അതില് ഈ ഗ്രൂൻഡ്രിസില് പ്രീ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് ഫോർമേഷൻസ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. മുതലാളിത്ത പൂർവ്വ സമൂഹത്തിലെ വർഗരൂപീകരണം, അതിന്റെ സോഷ്യൽ സ്ട്രക്ചറിന്റെ രൂപീകരണം, അതിനെ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനായിട്ടുള്ള റിഖോഫ്സ്വോ ആ ഭാഗം മാത്രം എടുത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഏതാണ്ട് ഒരു 70കളിൽ അത് മാത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവതാരികതനുണ്ട്. അതിന്റെ ടൈറ്റിൽ പ്രീ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് ഫോർമേഷൻസ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിലെല്ലാം കൂടി ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മാർക്സിന്റെ വർഗസങ്കല്പം എന്താണ് എന്ന് മനസ്സിലാവും. അത് മനസ്സിലാവാതെ വാസ്തവത്തിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയിലേക്ക് കടക്കാൻ പറ്റില്ല. അതിനെ ഒരുപക്ഷെ ഏറ്റവും ആധികാരികമായ ഒരു സമ്മപ്പ് ചെയ്തിട്ടുള്ളത് ലെനിനാണ്. ലെനിൻ തന്റെ ഫിലോസഫിക്കൽ നോട്ട്ബുക്സിൽ എന്താണ് ഒരു ക്ലാസ്, സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നുണ്ട്. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ക്ലാസസ് ആർ ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ വിച്ച് ക്യാൻ അപ്രോപ്രിയേറ്റ് ദ ലേബർ ഓഫ് അനദർ owing to the different places they occupy in a definite system of social economy. എന്താണ് ക്ലാസ്? ക്ലാസസ് ആർ ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ, ജനസഞ്ചയങ്ങളാണ്, കൂട്ടമാണ്. എങ്ങനെയുള്ള? വിച്ച് ക്യാൻ അപ്രോപ്രിയേറ്റ് ദ ലേബർ ഓഫ് അനദർ, മറ്റൊരു സാമൂഹിക വിഭാഗത്തിന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യാൻ കഴിയും. അപ്രോപ്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചൂഷണം തന്നെ മനസ്സിലാക്കാം, അതിന് രൂപമാക്കാം. മറ്റൊരു വിഭാഗത്തിന്റെ അധ്വാനത്തെ തങ്ങൾക്ക് അനുരൂപമാക്കാൻ കഴിയുന്ന സാമൂഹിക വിഭാഗമാണ് വർഗം. എങ്ങനെയാണ് അവർക്കത് പറ്റുന്നത്? ദൈവകൃപ കൊണ്ടല്ല. Owing to the different places they occupy in a definite system of social economy. സാമ്പത്തിക വ്യവസ്ഥയിൽ, ഉൽപാദന വ്യവസ്ഥയിൽ അവർ വഹിക്കുന്ന വിശേഷ പദവി, വിശേഷ സ്ഥാനം, അവർ ഒക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ, അതായത് ഉൽപാദന വ്യവസ്ഥയില് തങ്ങൾ വഹിക്കുന്ന പ്രത്യേക സ്ഥാനം, തങ്ങൾ ഒക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ, ആ പൊസിഷന്റെ ഫലമായി മറ്റൊരു വിഭാഗത്തിന്റെ അധ്വാനത്തെ, അതിന്റെ അധ്വാന ഫലത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന വിഭാഗങ്ങളാണ് ഡോമിനന്റ് ക്ലാസ്. ലളിതമായി പറഞ്ഞാൽ ഉൽപാദന വ്യവസ്ഥയിൽ നിങ്ങൾ ഏർപ്പെടും. ഉൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ല, ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല, ഒരു സോഷ്യൽ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ പല പ്ലേസസ് ഉണ്ട്. ആ പ്ലേസസിൽ എവിടെയെങ്കിലുമാണ് നിങ്ങൾക്ക് ചേരാൻ പറ്റുക. നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചേരാൻ പറ്റില്ല. ഒരു ഉൽപാദന വ്യവസ്ഥ അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കും. അതായത് ഒരു ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? നിരവധി ഘടകങ്ങൾ ചേർന്നാണ്. ഘടനയുടെ അകത്തുക എന്താണ്? ഘടകങ്ങളും ഘടനയുമാണ്. ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധവും ഘടകങ്ങളും ഘടനയുമായുള്ള ബന്ധവും ചേർന്നതാണ് ഘടനയുടെ അകത്തുക. വ്യക്തമാണോ?
അപ്പോ ഒരു ഉൽപാദന വ്യവസ്ഥയെ ഒരു ഘടനയായിട്ട് സങ്കല്പിച്ചാൽ അതില് സുനിശ്ചിതങ്ങൾ എന്ന് പറയാവുന്ന ചില സ്ഥാനങ്ങളുണ്ട്. ഈ സ്ഥാനങ്ങളിലാണ് ഒരു വ്യക്തിക്ക് സ്വയം നിൽക്കാൻ പറ്റുക. ആ സ്ഥാനം ഏതെന്ന് തീരുമാനിക്കുന്നതിൽ വേറെ പല ഘടകങ്ങളുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഉൽപാദന വ്യവസ്ഥയുടെ ആകത്തുകയിൽ ചില പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നവർക്ക് മറ്റ് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നവരുടെ അധ്വാനത്തെ തങ്ങൾക്ക് അനുരൂപമാക്കാൻ പറ്റും. അങ്ങനെ മറ്റു പൊസിഷനുകളിൽ ഉൽപാദന പ്രക്രിയയിൽ നിൽക്കുന്നവരുടെ അധ്വാനത്തെയും അധ്വാന ഫലത്തെയും തങ്ങൾക്ക് അനുരൂപമാക്കുന്ന വിഭാഗമാണ് ഡോമിനന്റ് ക്ലാസ്. മറ്റാരാലെങ്കിലും തങ്ങളുടെ അധ്വാന ഫലം കവർന്നെടുക്കപ്പെടുന്നവരാണ് ഈ എന്താ പറയാ വർക്കിംഗ് ക്ലാസ്ന്നോ, മുതലാളിത്തത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രൊലറ്റേറിയറ്റ്, അടിമോടമ സമ്പ്രദായത്തെ സംബന്ധിച്ചാണെങ്കിൽ അടിമ, നാടുവാഴ്ത്തത്തെ സംബന്ധിച്ചാണെങ്കിൽ കുടിയാൻ. അവർക്കെല്ലാം സംഭവിക്കുന്നത് ഉൽപാദന വ്യവസ്ഥയിൽ അവർ ഒക്യുപ്പൈ ചെയ്യുന്ന പൊസിഷന്റെ ഭാഗമായിട്ട് അവരുടെ അധ്വാന ഫലം അവരിൽ നിന്ന് കവർന്നെടുക്കപ്പെടും. മറ്റവരോ ഉൽപാദന വ്യവസ്ഥയിൽ ഇവരുടെ പൊസിഷന്റെ ഫലമായിട്ട് മറ്റു ചിലരുടെ അധ്വാനത്തെ ഇവർക്ക് കവർന്നെടുക്കാൻ കഴിയും. കവർന്നെടുക്കുന്ന വിഭാഗമാണ് റൂളിംഗ് ക്ലാസ് ആയി തീരുക. കവർന്നെടുക്കപ്പെടുന്നത് ആരുടെയാണ്? അവരാണ് എക്സ്പ്ലോയിറ്റഡ് ആയ ക്ലാസ് ആയി തീരുക. ഇങ്ങനെയുള്ള ക്ലാസ് ഡിവിഷൻസ് എല്ലാ സമൂഹത്തിലും. ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉൽപാദകനായ വ്യക്തിയുടെ നന്മയോ ചൂഷണം ചെയ്യുന്ന ഒരു മുതലാളിത്ത പ്രക്രിയയിൽ മുതലാളിയുടെ തിന്മയോ അല്ല ഇതിന്റെ പ്രശ്നം. ഈ സിസ്റ്റം സ്ട്രക്ചറലാണ് പ്രോബ്ലം, സിസ്റ്റമിക്കാണ്. മനസ്സിലായില്ല? അനാർക്കിസ്റ്റുകളും മാർക്സിന്റെ കാലത്തുണ്ടായിരുന്ന പല സോഷ്യലിസ്റ്റുകളും കരുതിയിരുന്നത് ഈ മുതലാളിയെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച തുടങ്ങിയ ദിവസം ഞാൻ മാർക്സ് എഴുതിയ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞല്ലോ, കൂലി വിലാലാം, വേജ്, പ്രൈസസ് ആൻഡ് പ്രോഫിറ്റ്. അതിൽ മാർക്സ് പറഞ്ഞത് മുതലാളിയല്ല, മുതലാളി നല്ലവനാകട്ടെ ചീത്തയാവട്ടെ, ചീത്ത മുതലാളിയെ കൊന്ന് നല്ല മുതലാളിയെ സംരക്ഷിച്ചതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല. പ്രശ്നം മുതലാളിത്തം. ആ വ്യവസ്ഥയ്ക്കുള്ളിലാണ് നിങ്ങൾ ഒക്യുപ്പൈഡ് ആവുന്നത്, അതിലേതെങ്കിലും പൊസിഷനാണ്. അപ്പൊ ലെനിൻ കൊണ്ടുവരുന്ന നിർദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഉൽപാദന വ്യവസ്ഥയിൽ നിങ്ങൾ വഹിക്കുന്ന പദവി, നിങ്ങൾ ഒക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ, അത് ഒന്നുകിൽ നിങ്ങളെ ചൂഷകനാക്കും, അല്ലെങ്കിൽ ഇടനിലക്കാരനാക്കും, അല്ലെങ്കിൽ ചൂഷിതനാക്കും, അല്ലെങ്കിൽ ഉൽപാദനത്തിൽ നേരിട്ട് പങ്കില്ലാത്ത നമ്മള് ലുംപൻ എന്നൊക്കെ പറയുമല്ലോ, ഒരു ക്ലാസിക്കൽ മാർക്സിസ്റ്റ് ടൈമാണ് ലുംപൻ പ്രൊലറ്റേറിയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളിക്ക് തുല്യമായ ദാരിദ്ര്യം ഉണ്ടാവും, പക്ഷെ തൊഴിലാളിയെ പോലെ അധ്വാനമൊന്നും ഉണ്ടാവില്ല. മലയാളത്തിൽ വേണമെങ്കിൽ പെറുക്കികൾ എന്നൊക്കെ നമ്മുടെ ചില ചിത്രകാരന്മാർ പറയും, അലഞ്ഞു തിരിയുന്നവര്, ഭിക്ഷക്കാര്, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ. അവർ പ്രൊഡക്റ്റീവ് അല്ല, പക്ഷെ തൊഴിലാളികൾക്കൊപ്പം തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതാവസ്ഥ പ്രൊലറ്റേറിയറ്റിന് തുല്യമാണ്, പക്ഷെ പ്രൊലറ്റേറിയറ്റിന്റെ ഒരു വർക്കിംഗ് ക്ലാസ് അല്ല. ഈ ലുംപൻ എന്ന് വിളിച്ച എലമെന്റിന് ഒരു ക്ലാസ് പൊസിഷൻ കൊടുത്ത ആളാണ് കേട്ടോ ഇ.ടി. തോംസൺ. ഇ.ടി. തോംസന്റെ പുസ്തകം വായിച്ചാൽ നമ്മൾ കാണുന്നത് ഈ ലുംപൻ എന്ന് പറയുന്നത് ലുംപൻ അല്ല. അത് ലുംപൻ എന്ന് പറയുന്നതിന് വാസ്തവത്തിൽ ഒരു നിർണായക ശക്തി ഉണ്ടെന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിലെ വർഗരൂപീകരണത്തെ മുൻനിർത്തി വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് ലെനിൻ വർഗം എന്ന സങ്കല്പത്തെയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വർഗം നിലനിൽക്കുന്നത് അബ്സല്യൂട്ട് ആയിട്ടല്ല. എപ്പോഴാണ് ഒരു വർഗം നിലനിൽക്കുന്നത്? ഈ റിലേഷനൊക്കെ വർഗ സംഘർഷങ്ങൾക്കുള്ളിലേ വർഗമുള്ളൂ. ഉൽപാദന വ്യവസ്ഥയ്ക്കുള്ളിൽ നിങ്ങളൊരു പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുക, അതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ അധ്വാന ഫലം മറ്റാരെങ്കിലും ചൂഷണം ചെയ്യുക, മറ്റൊരു പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുമ്പോൾ മറ്റാരുടെയെങ്കിലും ചൂഷണത്തെ നിങ്ങൾ ഒക്യുപ്പൈ ചെയ്യുക, ഇതിന്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുക. ഇങ്ങനെ ഒരു വർഗബന്ധത്തിനകത്തെ പ്രക്രിയാപരമായ ഒരു സ്ഥാനമാണ് വർഗം. മനസ്സിലായല്ലോ? വർഗം എന്നത് എന്തല്ല, ഒരു സ്റ്റാറ്റിക് എൻറ്റിറ്റി അല്ല, ഒരു പ്രൊസീജിയറാണ്. വർഗം നിശ്ചിതമായ ഒരു അവസ്ഥയല്ല, മൈക്ക് അല്ലെങ്കിൽ പുസ്തകം എന്ന് പറയുന്നത് പോലെ ഒരു സുനിശ്ചിത സ്ഥാനമല്ല വർഗം. വർഗമായിരിക്കുക എന്ന് പറയുന്നത് ക്ലാസ്, ബീയിങ് ഇൻ എ ക്ലാസ് മീൻസ് ബീയിങ് ഇൻ എ ക്ലാസ് റിലേഷൻ. ഒരു വർഗത്തിൽ ഉൾപ്പെട്ടിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം വർഗബന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുക. ആ വർഗബന്ധത്തിന് അപ്പുറം ഒന്നുണ്ടാവും. മനസ്സിലായി? അപ്പുറം ഒന്നില്ലാതെ ഇത് മാത്രമായിട്ടില്ല. അതുകൊണ്ട് വർഗബന്ധങ്ങളാണുള്ളത്, വർഗമല്ല. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കാം
വർഗത്തെ നിർവചിക്കുന്നതിന് പകരം വർഗം എന്ന പ്രക്രിയയെ അനലൈസ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് മാർക്ക് പോയത്. അപ്പൊ ഇതുകൂടി മനസ്സിൽ വെച്ച് നമ്മൾ ആദ്യം പറഞ്ഞ കോൺട്രിബ്യൂഷനിലെ ആദ്യ ആശയത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി വരാം. മനുഷ്യര് തങ്ങളുടെ അതിജീവനത്തിന്റെ ജീവിതായോധനത്തിന്റെ ഭാഗമായി ചില ഉൽപാദന ബന്ധങ്ങളിൽ ഏർപ്പെടും. ഈ ഉൽപാദന ബന്ധങ്ങളാണ് ഉൽപാദന വ്യവസ്ഥയിൽ പങ്കുചേരും. ഉൽപാദന വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപരമായി രണ്ട് ഘടകങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഉൽപാദന ബന്ധങ്ങളുണ്ട്, ഉൽപാദന ശക്തികളുണ്ട്. ഇത് രണ്ടും ചേർന്ന ഉൽപാദന പ്രക്രിയയാണ് സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനം. അതിലൊപ്പം ഓർക്കേണ്ട കാര്യം, ഈ ഉൽപാദന ബന്ധങ്ങളും ഉൽപാദന ശക്തികളും എപ്പോഴും ഒരു സംഘർഷാത്മക ബന്ധത്തിലായിരിക്കും. കാരണം ഉൽപാദന ശക്തികളെ കൂട്ടിയിണക്കുന്നത് ഉൽപാദന ബന്ധമാണല്ലോ. അപ്പൊ ആ കൂട്ടിയിണക്കലിന്റെ ഭാഗമായിട്ട് രണ്ട് കാര്യം സംഭവിക്കും. ഒന്നുകിൽ അത് മറ്റൊരാളുടെ അധ്വാനത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു കൂട്ടരെ സംബന്ധിച്ചോ തങ്ങളുടെ അധ്വാനം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതാണ്. മനസ്സിലായി? ഉൽപാദന ബന്ധങ്ങളിൽ ഇപ്പൊ ആളുകൾ സാധാരണ പറയുമല്ലോ, മറ്റേ കമ്പ്യൂട്ടർ വന്നപ്പോ, ഇന്റർനെറ്റ് വന്നപ്പോ വർഗമൊക്കെ പോയി, ട്യൂഷനൊക്കെ പോയി എന്ന് പറയും. വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ അധ്വാനിക്കുന്നു, നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം മറ്റാരെങ്കിലും അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ദെൻ ദെയർ ഈസ് എ ക്ലാസ് ഡിവിഷൻ. അല്ലാതെ ഇപ്പൊ ഫാക്ടറിയിൽ പണിയെടുക്കുന്നത് പോലെയും മറ്റ് പാടത്ത് പണിയെടുക്കുന്നത് പോലെയുമുള്ള ഭൗതികവും പ്രത്യക്ഷവുമായ ശാരീരിക അധ്വാനം ഉണ്ടെങ്കിലേ വർഗം ഉണ്ടാവും എന്നതൊക്കെ 19ാം നൂറ്റാണ്ടിലെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം നിർത്തിയുള്ള ധാരണയാണ്. ഈ അടിസ്ഥാന പ്രശ്നം നിങ്ങൾ എങ്ങനെ അധ്വാനിക്കുന്നു എന്നുള്ളതല്ല. അധ്വാന ഉൽപാദന ബന്ധത്തിന്റെ ഭാഗമാണോ? ഒന്ന്. രണ്ട്, അങ്ങനെ ഉൽപാദന ബന്ധത്തിന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അധ്വാന ഫലം മറ്റാരാലെങ്കിലും അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അതോ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു ചോദ്യമാണ്. അതിന്റെ മോഡസ് ഓപ്പറാൻഡി മാറുന്നു എന്നുള്ളതല്ല പ്രശ്നം. അത് മുമ്പും മാറിയിട്ടുണ്ട്, ഇപ്പോഴും മാറുന്നുണ്ട്. പക്ഷെ ഈ സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ ചോദ്യം. ഇദ്ദേഹം വന്നിട്ട് അപ്പോ ഇത്രയും കാര്യം വ്യക്തമല്ല. അതുകൊണ്ട് ഒരു ഉൽപാദന ബന്ധം അല്ലെങ്കിൽ ഒരു ഉൽപാദന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനപരമായി വൈരുദ്ധ്യാത്മകമാണ്. ഉൽപാദന ശക്തികളും ആ ഉൽപാദന ശക്തികളെ ഉൽപാദനത്തിലേക്ക് കൂട്ടിയിണക്കുന്ന, കൂട്ടിവിളക്കുന്ന ഉൽപാദന ബന്ധം, ഇവ തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് സാമൂഹികത ഉൽപാദന വ്യവസ്ഥാപരമാണ്, ഉൽപാദന വ്യവസ്ഥ വൈരുദ്ധ്യാത്മകമാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് സോഷ്യൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആണ് സോഷ്യൽ റിയാലിറ്റിയുടെ ഫൗണ്ടേഷൻ. ദാറ്റ് സോഷ്യൽ പ്രൊഡക്ഷൻ ഇറ്റ്സെൽഫ് കോൺട്രഡിക്ടറി ആണ്, ഡയലക്റ്റിക്കൽ. ഇതാണ് സമൂഹത്തിന്റെ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നതും ഈ വൈരുദ്ധ്യാത്മകതയാണ് ചരിത്രത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയുന്നു. ഇനി കുറച്ചുകൂടി അടുത്ത് നമുക്കതിലേക്ക് നോക്കാം. ഇനി ഉൽപാദന ശക്തികൾ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ പല ഘടകങ്ങളുണ്ട്. അതില് നിശ്ചയമായിട്ട് ഏത് ഉൽപാദനം നടത്തണമെങ്കിലും അസംസ്കൃത വസ്തുക്കൾ വേണം. ഉൽപാദന പ്രക്രിയ ആസൂത്രണം ചെയ്യുന്ന ആളുകൾ, സ്ഥാപനങ്ങൾ, യന്ത്രസാമഗ്രികൾ, നമ്മുടെ ഫാക്ടറികളും മറ്റും വേണം. അതിന്റെ ആസൂത്രകരായ ഒരു മാനേജീരിയൽ വിഭാഗം അതിനകത്ത് വരും. ഒപ്പം തന്നെ ഉൽപാദനം നടത്തുന്ന ഭൗതിക അധ്വാനം കൈമുതലായിട്ടുള്ള തൊഴിലാളികളും വേണം. മാർക്സ് മിച്ചമൂല്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞത്, ഇതിൽ ബാക്കിയെല്ലാം നിശ്ചിതമാണ്, കൂടുതൽ മൂല്യം ഉളവാക്കാൻ കെൽപ്പുള്ള ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, അത് തൊഴിലാളിയുടെ അധ്വാനമാണ്. ബാക്കി അസംസ്കൃത വസ്തുക്കളുടെ മൂല്യം നിശ്ചിതമാണ്, തേയ്മാനം നിശ്ചിതമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങൾക്കും നിശ്ചിത മൂല്യമുണ്ട്. നിശ്ചിത മൂല്യത്തിനപ്പുറം മൂല്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് അധ്വാനം മാത്രമാണ്. ഈ നിശ്ചിത മൂല്യത്തിനപ്പുറമുള്ള മൂല്യത്തെയാണ് മുതലാളി ലാഭമായിട്ട് കവരുന്നത്. അതാണ് സർപ്ലസ് മൂല്യം. ഇതാണ് മുതലാളിത്തത്തിന്റെ ഉൽപാദന വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രകൃതം എന്ന് മാർക്സ് മറ്റൊരു നിലയിൽ പറയുന്നുണ്ട്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ ഉൽപാദന ശക്തികൾ എന്ന് പറയുമ്പോൾ അസംസ്കൃത വിഭവങ്ങൾ, യന്ത്രസാമഗ്രികൾ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യ തുടങ്ങിയവയൊക്കെ നിശ്ചലവും സുനിശ്ചിതവുമായിരിക്കുന്നത് പോലെയല്ല മാനുഷിക അധ്വാനം.
മാനുഷിക അധ്വാനം എന്ന് പറയുന്നത്, മാനുഷികമായ നിർമ്മാണ ശേഷി എന്ന് പറയുന്നത് അത് മനുഷ്യരിലാണ്. ആ നിർമ്മാണ ശേഷിയുടെ രൂപീകരണത്തിൽ നിരവധിയായ ഇതര ഘടകങ്ങൾ പങ്കുചേരും. ഏതൊക്കെ? പാരമ്പര്യം, പ്രകൃതി, അല്ലെങ്കിൽ സാംസ്കാരികം, സാമൂഹിക സ്ഥാനങ്ങൾ, നമ്മളിപ്പോ ഈ പറയുന്ന ജാതി, വംശം, വർണ്ണം, ഇതെല്ലാം ഒരു തൊഴിലാളിയുടെ അധ്വാന ശക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഇടപെടുന്ന ഘടകം. അതുകൊണ്ട് മാർക്സിസ്റ്റ് ഉത്പാദന വ്യവസ്ഥയ്ക്ക് ഈ ഘടകങ്ങളെയൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ ശേഷിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. തൊഴിലാളിയുടെ അധ്വാന ശേഷി എന്ന് പറയുന്നത് അമൂർത്തമായ അധ്വാനമല്ല. ഞാൻ ഇന്നലെ കാപ്പനച്ചന്റെ ഒരു വാക്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിലുള്ളത് മത്തായി, നാരായണൻ, ഗോപൻ, അല്ലെങ്കിൽ റസാക്ക് എന്നൊക്കെ പറയുന്ന മൂർത്ത മനുഷ്യരാണ്, അല്ലാതെ മനുഷ്യരാണ്. എന്നതുപോലെ അധ്വാനം എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ലേബർ അല്ല. അധ്വാനം എന്ന് പറയുന്നത് ഓരോ ചരിത്രഘട്ടത്തിലും ഓരോ സമൂഹ സന്ദർഭത്തിലും പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും സാമൂഹിക ബന്ധങ്ങളുടെയും ഫലമായിട്ടുണ്ടാകുന്നതാണ് മാനുഷിക നിർമ്മാണ ശേഷി. ആ മാനുഷിക നിർമ്മാണ ശേഷി ഇതര സംസ്കൃത വസ്തുക്കളോടുകൂടി ചേർന്നിട്ടാണ് ഉൽപാദന ശക്തികൾ ആകത്തുകയാകുന്നത്. ആ ഉൽപാദന ശക്തികളെയാണ് ഉൽപാദന ബന്ധങ്ങളിലേക്ക് കൂട്ടിവളക്കുന്നത്. ദാറ്റ് മീൻസ് ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളും എന്ന് പറയുന്നത് അമൂർത്തമായ ഒന്നല്ല. ആ ഉൽപാദന ശക്തികളിൽ സുനിശ്ചിത സ്വഭാവമുള്ളത് സാങ്കേതിക വിദ്യ, യന്ത്ര സാമഗ്രികൾ, ഭൗതിക വസ്തുക്കൾ തുടങ്ങിയവയ്ക്കാണ്. മാനുഷികമായ നിർമ്മാണ ശേഷി എന്ന് പറയുന്ന മനുഷ്യന്റെ ഹ്യൂമൻ ലേബർ പവർ. ആ ലേബർ പവറിനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, ഇല്ലേ? ലേബറിനെ ലേബർ പവർ ആക്കും, കൺഫ്യൂസ് ചെയ്ത് കേട്ടോ. ലേബർ എന്ന് പറഞ്ഞാൽ അധ്വാനാണ്. മുതലാളിത്തം എന്ത് ചെയ്യുന്നു? അധ്വാനത്തെ അധ്വാന ശക്തിയായിട്ട് കമ്പോളത്തിൽ വിലയ്ക്കുക. ഞാനിവിടെ വേറൊരു കാര്യം കൂടി പറയാം. എന്തുകൊണ്ടാണ് മുതലാളിത്തം വ്യക്തി സ്വാതന്ത്ര്യം എന്ന കൽപ്പത്തെ സമ്പൂർണമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്? ഇന്നലെ എസൻസിയാരൊക്കെ പറഞ്ഞ കാര്യമാണ്. മുതലാളിത്തത്തിന്റെ ഒരു ഫാക്ടറിയിൽ നിങ്ങൾക്ക് ഉൽപാദന പ്രക്രിയ നടത്തണമെങ്കിൽ 1000 പേരോ 2000 പേരോ വേണം. ക്ലാസിക്കലായ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഘട്ടത്തിൽ ഇപ്പൊ അതൊക്കെ മാറി, 2000 പേര് വേണം. മുതലാളിത്തത്തിന് മുമ്പുള്ള ഉൽപാദന രീതിയുടെ സ്വഭാവം എന്താണ്? സർഫ്ഡമാണ്, കുടിയായ്മയാണ്. അപ്പൊ ഒരു ജന്മിയുടെ കീഴിൽ, ഒരു ഭൂപ്രഭുവിന്റെ കീഴിൽ ഇത്ര പണിക്കാർ, വേറൊരു ഭൂപ്രഭുവിന്റെ കീഴിൽ ഇത്ര പണിക്കാർ. അവരുടെ അധ്വാനം ഈ ജന്മിക്ക് കീഴിൽ ബന്ധിതാണ്, ബോണ്ടഡ് ലേബറാണ്, ഫ്രീ ലേബർ അല്ല. മനസ്സിലായോ? അങ്ങനെ അധ്വാന ശക്തിയുള്ള മനുഷ്യരുടെ, അധ്വാനശേഷിയുള്ള മനുഷ്യരുടെ അധ്വാനം മുഴുവൻ ഇതര ഘടകങ്ങൾക്ക്, ശക്തികൾക്ക് വിധേയമായാൽ മുതലാളിത്ത ഉൽപാദനം നടക്കില്ല. മുതലാളിത്ത ഉൽപാദനം നടക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? കമ്പോളത്തിൽ വിൽക്കപ്പെടുന്ന അധ്വാനവും വില കൊടുത്തു വാങ്ങാവുന്ന അധ്വാനവുമായിട്ട് മനുഷ്യാധ്വാനം മാറണം. ആശയം മനസ്സിലായോ? കമ്പോളത്തിൽ വില കൊടുത്തു വാങ്ങാവുന്ന ചരക്കായിട്ട് അധ്വാനം മാറിയാലും മാത്രമാണ് മുതലാളിത്തത്തിന് അവർക്ക് ആവശ്യമുള്ള അധ്വാനത്തെ വില കൊടുത്തു വാങ്ങാനും തങ്ങളുടെ ഉൽപാദന പ്രക്രിയയെ മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റും. അത് നാടുവാഴിത്തത്തിൽ പറ്റില്ല. അധ്വാനം ഓരോ ജന്മിയുടെയും ഓരോ ഭൂപ്രഭുവിന്റെയും കീഴിൽ ബന്ധിതാണ്. അതായത് നാടുവാഴിത്ത ഉൽപാദനത്തിന്റെ കെട്ട് പൊട്ടുക എന്നുള്ളത് മുതലാളിത്ത ഉൽപാദനം മുമ്പോട്ട് പോകണമെങ്കിൽ അനിവാര്യമാണ്. ആ കെട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? വ്യക്തിയുടെ അധ്വാനത്തിന്റെ ഉടമാവകാശം വ്യക്തിക്ക് തന്നെയാണ് എന്ന് വരിക. നിങ്ങൾക്ക് മുകളിലുള്ള അതീത പദവികളെ എടുത്തു മാറ്റി മനുഷ്യരെ സ്വതന്ത്രരാണ്. അതുകൊണ്ട് ഫ്രീ സബ്ജക്ടിവിറ്റി, സ്വതന്ത്ര കർത്തൃത്വം എന്ന് പറയുന്നത് മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥയായി കൂടി ബന്ധമുള്ളതാണ്, അല്ലാതെ ഒരു തത്വശാസ്ത്ര പ്രശ്നം മാത്രമല്ല. നിർഭാഗ്യവശാൽ നമ്മുടെ ക്ലാസ് മുറികളിൽ ഈ സബ്ജക്ടിവിറ്റി ഒക്കെ ഫിലോസഫി ക്ലാസ്സിലാണ്, മുതലാളിത്തം ഒക്കെ എക്കണോമിക്സ് ക്ലാസ്സിലാണ്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം ഒരു കാലത്തും മനസ്സിലാവില്ല. നോക്കൂ, ഇൻഡിവിജ്വൽ സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് ആധുനികത ഉയർത്തിക്കൊണ്ടുവരുന്നത് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇത് അനിവാര്യമാണ്. സ്വതന്ത്ര കർത്താക്കളായി മനുഷ്യരെ മാറ്റിക്കൊണ്ടല്ലാതെ, വ്യക്തികളെ സ്വതന്ത്രരായി പ്രഖ്യാപിച്ചുകൊണ്ടല്ലാതെ മുതലാളിത്ത ഉൽപാദനത്തിന് ആ ഉൽപാദന പ്രക്രിയ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ വ്യക്തമല്ല. അപ്പൊ ഇങ്ങനെ ഉൽപാദന
ശക്തി എന്ന് പറയുന്നതിനെ, ഞാൻ പറഞ്ഞത് വന്ന പോയിന്റ് അതാണ്, ഉൽപാദന ശക്തി എന്നതിനെ നമ്മൾ യാന്ത്രികമായ ഒരു വസ്തുവായിട്ടല്ല കാണേണ്ടത്. അത് വളരെ സാമൂഹികമായി ചരിത്രപരമായി രൂപപ്പെട്ടു വരുന്ന ഒന്നാണ്. ഈ ഉൽപാദന ശക്തികളെ ഉൽപാദന ബന്ധങ്ങളിലേക്ക് കൂട്ടിവിളക്കിക്കൊണ്ട് ഉൽപാദനം എന്ന പ്രക്രിയയെ ആകമാനം സാധ്യമാക്കുന്നത് ഉൽപാദന ബന്ധങ്ങളാണ്. ഓരോ ഘട്ടത്തിലും ഉൽപാദന ബന്ധങ്ങളാണ്. അത് നാടുവാഴ്ത്താകാം, അടിമത്താകാം, കാർഷിക മുതലാളിത്താകാം, വ്യവസായമാകാം. ഇതെല്ലാം ഉൽപാദന ബന്ധങ്ങളുടെ ഓരോ രീതികളാണ്. ഇതിലേക്ക് ഉൽപാദന ശക്തികളെ ചേർത്ത് ഉൽപാദനം നടത്താൻ പറ്റും. വശം പിടിയിട്ടും അല്ലാതെ ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു സമൂഹ വ്യവസ്ഥയ്ക്ക് മുമ്പേ ഉള്ള മാർക്സൊക്കെ എന്താ പറയാ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തതയൊന്നുമില്ലാതെ പറക്കിത്തിന്ന് ജീവിക്കുകയും അലഞ്ഞു തിരിയുകയും ചെയ്യുന്ന അവസ്ഥയെ വിട്ടിട്ടാണ്. അതുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റോയിലെ ആദ്യ വാചകത്തിന് 1873 ഇംഗ്ലീഷ് പതിപ്പിന് എഴുതിയ അവതാരികയില് ആമുഖക്കുറിപ്പില് ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതർടു സൊസൈറ്റീസ് എന്നതിന് ദാറ്റ് മീൻസ് ഹിസ്റ്ററി ഓഫ് റിട്ടൺ ഹിസ്റ്ററി എന്ന് എംഗൽസ് ഒരു അടിക്കുറിപ്പ് ചേർക്കുന്നത്. എഴുതപ്പെട്ട ചരിത്രം, നാളിതുവരെയുള്ള ലോകത്തിന്റെ ചരിത്രം എന്നുള്ളതിന് പകരം നാളിതുവരെയുള്ള ലോകത്തിന്റെ എഴുതപ്പെട്ട ചരിത്രം എന്നാക്കി മാറ്റി. കാരണം എഴുതപ്പെടുന്നതിന് മുമ്പുള്ള ചരിത്രം എന്ന് പറയുന്നത് താരതമ്യേന വളരെ ദീർഘവും സഹസ്രാബ്ദങ്ങൾ ലക്ഷോപലക്ഷം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതുമാണ്. അതിന് ഇത് ബാധകമല്ല. കാരണം അവിടെ ഈ ക്ലാസ് കോൺഫ്ലിക്റ്റ് അല്ല അതിന്റെ വർഗരൂപീകരണം എന്ന് പറയുന്നത് വിഭവാവകാശങ്ങളുടെ ക്രോഡീകരണം, വർഗങ്ങളുടെ രൂപീകരണം ഒക്കെ നടക്കുമ്പോഴാണ്. അതിനെ പ്രാക്ചരിത്രമായിട്ട് ബന്ധിപ്പിച്ചുകൂടാ എന്ന് എംഗൽസ് ഈ അടിക്കുറിപ്പില് രേഖപ്പെടുത്തും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഉൽപാദന വ്യവസ്ഥ എന്നൊരു ലാർജർ പ്രക്രിയ അടിസ്ഥാനമായിരിക്കുകയും അത് ഉൽപാദന ശക്തികളെ അതിലേക്ക് കൂട്ടിവിളക്കുകയും അതിന്റെ ഭാഗമായിട്ടൊരു സമൂഹം ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇതാണ് സമൂഹത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം എന്നത്. ഇവിടെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകണം. മാർക്സ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മാർക്സ് പറയുന്നുണ്ട് ഉൽപാദന ബന്ധങ്ങൾ എന്ന് പറയുന്നതിന് 2 രൂപങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിലൊന്ന് ടെക്നിക്കൽ ഫോംസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. മറ്റൊന്ന് റിലേഷൻസ് ഓഫ് എക്കണോമിക് കൺട്രോൾ എന്ന് പറയുന്നതാണ്. ടെക്നിക്കൽ ഫോംസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഘട്ടവും ജന്മം നൽകുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് അപ്പലഭ്യമായ സാങ്കേതിക വിദ്യയുടെയും വിഭവ ലഭ്യതയുടെയും ഒക്കെ സ്വഭാവത്തിൽ ഒരു പ്രത്യേക പാറ്റേൺ വരും. അതാണ് നമ്മൾ എന്താ പറയാ വ്യാവസായിക ഉൽപാദനം എന്നോ അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്നത്. അതത് ഘട്ടങ്ങളിൽ ലഭ്യമായ സാങ്കേതികതയെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസിച്ചു വരുന്ന ഉൽപാദനത്തെയാണ് ടെക്നിക്കൽ ഫോംസ് ഓഫ് സാങ്കേതിക രൂപങ്ങൾ, ഉൽപാദന ബന്ധത്തിന്റെ സാങ്കേതിക തലം. പക്ഷെ സാങ്കേതിക തലം മാത്രമല്ല. ഇപ്പൊ നോക്കൂ, മുതലാളിത്ത ഉൽപാദനത്തെ നിങ്ങൾ യന്ത്ര സാമഗ്രികൾ, ഫാക്ടറികൾ, മാനേജർമാർ എന്നൊക്കെ വിശദീകരിക്കുമ്പോൾ അതൊരു സാങ്കേതിക തലമാണ്. പക്ഷെ ഈ സാങ്കേതിക തലത്തെ സാധ്യമാക്കുന്ന ഒരു എക്കണോമിക് കൺട്രോളിങ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനുള്ളിലാണ് ഈ സാങ്കേതിക തലം പ്രവർത്തിക്കുന്നത്. ആ സിസ്റ്റത്തിൽ എന്താണ്? മൂലധനം മുതൽ മുടക്കുന്നത് ആരാണ്, ആരുടെ അധ്വാനാണ് പർച്ചേസ് ചെയ്യുന്നത്, അതിന്റെ ആക്സസ് ആർക്കാണ്, ഇതിന്റെ അപ്രോപ്രിയേഷൻ ആരാണ് നടത്തുന്നത്, അത് ഈ ടെക്നിക്കൽ റിലേഷനായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല. വെല്ലുവിളിയിട്ടോ ഇത് രണ്ടും കൺഫ്യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റതാണ് മുതലാളിത്തം ധരിക്കും, മറ്റതല്ല. ഇപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അതായത് മാർക്സ് സങ്കല്പിച്ച 19-ാം നൂറ്റാണ്ടിലെ വ്യവസായ തൊഴിലാളി എവിടെ? അത് പോയാൽ മുതലാളിത്തം പോയില്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനും എക്കണോമിക് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനും ഒന്ന് തന്നെയാണെന്ന് കരുതി കൺഫ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഒന്നല്ല. ടെക്നിക്കൽ റിലേഷൻസ് മാറുമ്പോഴും ഈ എക്കണോമിക് ആയ റിലേഷനും ആക്സസ് ടു ദ പ്രൊഡക്ഷനും ആക്സസ് ടു ദ പ്രൊഡക്ട്സും ഉൽപാദന വ്യവസ്ഥയിൽ കടന്നു കയറാനും ഉൽപ്പന്നങ്ങൾക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കാനും അതിന്മേൽ ഉടമാവകാശം സ്ഥാപിക്കാനും കഴിയുന്നത് നോട്ട് ബിക്കോസ് ഓഫ് ദ റിലേഷൻസ് ഓഫ് ടെക്നോളജി, ടെക്നിക്കൽ റിലേഷൻ കൊണ്ടല്ല, മറിച്ച് മറ്റേ ആസ്പെക്ട് ഉണ്ടാകും. അപ്പൊ ഒരു ഉൽപാദന വ്യവസ്ഥയ്ക്ക് ഈ 2 ബ്രോഡ് പ്രതലങ്ങളുണ്ട്. എന്താണ്? ഉൽപാദനത്തിന്റെ സാങ്കേതികമായ ഒരു പാറ്റേൺ ഉണ്ട്, ഉൽപാദനത്തിന്റെ എന്താ പറയാ സാമ്പത്തിക നിയന്ത്രണപരമായ ഒരു പാറ്റേൺ ഉണ്ട്. ഇത് രണ്ടും കൂടി കൺഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ടെക്നോളജി മാറുമ്പോൾ ലോകം മാറുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും.
അപ്പൊ നമ്മുടെ കാലത്ത് അത്തരം വാദങ്ങളുണ്ടല്ലോ, ടെക്നോളജി മാറിക്കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അത് ഈ വ്യവസ്ഥയെ അതിന്റെ പരസ്പര ബന്ധിതവും എന്നാൽ വ്യത്യസ്തവുമായ ഒരു ഡയലക്റ്റീവ് റിലേഷനിൽ മനസ്സിലാവാത്തത്. ഒരു റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഒരു ഉൽപാദന ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകമുഖമല്ല. ആ ഉൽപാദന ബന്ധത്തിന് ഒരു ഡയലക്റ്റിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്, അതിനൊരു ടെക്നിക്കൽ റിലേഷൻ ഉണ്ട്, അതിനൊരു എക്കണോമിക് റിലേഷൻ. റിലേഷൻസ് ഓഫ് എക്കണോമിക് കൺട്രോൾ ഒരു ഭാഗത്താണ്, റിലേഷൻസ് ഓഫ് ടെക്നിക്കൽ പ്രൊഡക്ഷൻ വേറൊരു ഭാഗത്താണ്. രണ്ടും കൂടി ചേർന്ന ഒരു കോമ്പൗണ്ട് ആണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഈ രണ്ടും കൂടി ചേർന്നതാണ് എന്ന് മനസ്സിലാവുകയും പക്ഷെ അപ്പൊ തന്നെ വ്യത്യാസം തിരിച്ചറിയുകയും ചെയ്തില്ലെങ്കിൽ ഇതിൽ ഒന്നിന് നിങ്ങൾ ടോട്ടൽ റിലേഷനായിട്ട് കൺഫ്യൂസ് ചെയ്യും. അങ്ങനെ കൺഫ്യൂസ് ചെയ്ത ഒന്നിന്റെ മാറ്റം ഉൽപാദന വ്യവസ്ഥയുടെ മാറ്റാണ് എന്ന് പറയുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നതുകൊണ്ട് ചൂഷണം അവസാനിച്ചു തോന്നുന്നത്. മനസ്സിലായി? കമ്പ്യൂട്ടർ വന്നതുകൊണ്ടോ മറ്റെന്തെങ്കിലും വന്നതുകൊണ്ടോ ചൂഷണം അവസാനിച്ചു. കാരണം ആക്സസ് ടു ദ പ്രൊഡക്ട്സ്, കൺട്രോളിംഗ് ദ ടോട്ടൽ എക്കോണമി, ഇത് ടെക്നിക്കൽ റിലേഷന്റെ ആസ്പെക്ട് അല്ല, അത് മറ്റൊരു ആസ്പെക്ട്. പക്ഷെ ഇത് രണ്ടും ചേർന്നാണ് ഒരു സിസ്റ്റം നിൽക്കുക. മനസ്സിലായില്ലേ? മാർക്സ് അന്നേ പറയുന്നുണ്ട്, വരാനിരിക്കുന്ന പണ്ഡിതന്മാരെയൊക്കെ മൂപ്പര് കണ്ടിട്ടുണ്ട്. മൂപ്പര് അന്നേ പറയുന്നുണ്ട്, ഇത് കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വ്യവസ്ഥ മാറുന്നത് സാങ്കേതിക വിദ്യ മാറുന്നതിന് വ്യവസ്ഥ മാറ്റമായിട്ട് തെറ്റിദ്ധരിക്കും എന്ന് അന്നേ തന്നെ പറയുന്നുണ്ട്. നമുക്ക് എസൻസിലൊരു ക്ലാസ് എടുക്കേണ്ടതാ. അപ്പോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഒരു അടിസ്ഥാന ഉൽപാദനത്തിൽ നിന്ന് സമൂഹ ഘടന വരികയും ആ സമൂഹ ഘടനയ്ക്ക് മുകളിൽ എന്താ പറയാ ഉൽപാദനം വികസിച്ചു വരികയും ഒരു ഘട്ടം കഴിയുമ്പോൾ ഉൽപാദന ശക്തികളുടെ വളർച്ചയെ ഉൽപാദന ബന്ധങ്ങൾ തടയുകയും അതൊരു സാമൂഹിക സംഘർഷമായി മാറുകയും an epoch of revolution ആയിട്ടത് പരിണമിക്കുകയും ചെയ്യും. അപ്പോ അവിടെ ഒരു കാര്യം കൂടി ഓർക്കണം കേട്ടോ. ഇങ്ങനെ ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഉൽപാദന ബന്ധങ്ങൾക്ക് മുകളിലാണ് മനുഷ്യരുടെ ആശയലോകം ഉരുത്തിരിയുന്നത്. ഉൽപാദന ബന്ധങ്ങളും ഉൽപാദന ശക്തികളുടെ വളർച്ചയെ തടയുന്നതായി ഉൽപാദന ബന്ധങ്ങൾ മാറുമെന്ന് പറഞ്ഞില്ല. റിയൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ സൊസൈറ്റി എമർജസ്. ഈ ഉൽപാദന ബന്ധങ്ങളുടെ വളർച്ചയെ തടയുന്നതാണ് ഉൽപാദന ബന്ധങ്ങൾ എന്ന് മനുഷ്യർ തിരിച്ചറിയുന്നത് ഉൽപാദന ബന്ധങ്ങൾക്ക് മുകളിൽ ഉയർന്നു വന്ന ഈ അവബോധത്തിന്റെ തലത്തിൽ മനുഷ്യർക്ക് തിരിച്ചറിയാൻ ഇതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അതായത് ഏത് ഭൗതിക അടിസ്ഥാനത്തിൽ നിന്നാണോ അവബോധത്തിന്റെ മണ്ഡലം ഉരുത്തിരിയുന്നത്, ഈ അവബോധത്തിന്റെ മണ്ഡലത്തിൽ വെച്ച് തന്നെയാണ് മെൻ റിയലൈസ് ദെയർ റിയൽ കണ്ടീഷൻ ആൻഡ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. മാർക്സിന്റെ പ്രയോഗം. മനുഷ്യർ തങ്ങളുടെ യഥാർത്ഥ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് ഏറ്റുമുട്ടുന്നത്, അതിനെ അട്ടിമറിക്കുന്നത്, തകർക്കുന്നത് ഈ കോൺഷ്യസ് ലെവലിൽ നിന്നിട്ടാണ്. ഈ കോൺഷ്യസ് ലെവൽ എവിടെ നിന്നാണ് വന്നത്? ഫ്രം ദ എക്കണോമിക് പ്രൊഡക്ഷൻ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന വ്യവസ്ഥയിൽ നിന്നാണ് അവബോധത്തിന്റെ മണ്ഡലം ഉണ്ടായത്. ആ അവബോധത്തിന്റെ മണ്ഡലത്തിൽ വെച്ചാണ് മനുഷ്യ ഉൽപാദന വ്യവസ്ഥയെയും ബന്ധങ്ങളെയും തിരിച്ചറിയുന്നത്. ഉൽപാദന ബന്ധങ്ങൾ തങ്ങൾക്ക് സ്വതന്ത്രമല്ല തരുന്നത്, വിലങ്ങാണെന്ന് മനുഷ്യരറിയുന്നത് ഈ അവബോധത്തിന്റെ മണ്ഡലത്തിലാണ്. അവിടെ നിന്നുകൊണ്ട് അവരിതിനെ തിരിച്ച് അതിനോട് ഏറ്റുമുട്ടുകയും ചെയ്യും. അതുകൊണ്ട് അവബോധതലം എന്ന് പറയുന്നത് പിൽക്കാലത്ത് പലപ്പോഴും സങ്കല്പിച്ചതുപോലെ ഒരു അനുബന്ധം മാത്രമല്ല. മാർക്സിന്റെ പ്രയോഗം അതാണ്, men realize their real conditions of existence and fight it out. അവരതിനെ എതിർത്ത് തകർക്കുന്നത് ഈ റിയൽ കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസിനെ തിരിച്ചറിഞ്ഞിട്ടാണ്. ഇത് സംസ്കാരമെന്നോ ഉപരിഘടന എന്നൊക്കെ വിളിക്കുന്ന ലീഗൽ, ജുറിഡിക്കൽ, ഫിലോസഫിക്കൽ, പൊളിറ്റിക്കൽ എന്നൊക്കെ വിളിക്കുന്ന ഡൊമൈനിലാണ് ഈ തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ നോക്കൂ, ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സ്ട്രക്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉൽപാദനം എന്നൊരു വ്യവസ്ഥ. അതിൽ ഉൽപാദന ശക്തികൾ, ഉൽപാദന ബന്ധങ്ങൾ, ഉൽപാദന ശക്തികളിൽ തന്നെ അസംസ്കൃത വസ്തുക്കൾ അടക്കമുള്ള നിശ്ചിത രൂപങ്ങൾ, മനുഷ്യാധ്വാനം എന്ന അനിശ്ചിത സ്വഭാവമുള്ള ഒന്ന്, അത് ചേർന്ന് ഉൽപാദന ശക്തി. ആ ഉൽപാദന ശക്തികളെ
വിന്യസിക്കുന്ന, കൂട്ടിവിളക്കുന്ന ഉൽപാദന ബന്ധങ്ങൾ, ആ ഉൽപാദന ബന്ധത്തിൽ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്, ഒരു എക്കണോമിക് ആസ്പെക്ട്, ഇത് ചേർന്ന് ആകമാനം ഉണ്ടാകുന്ന ഉൽപാദന വ്യവസ്ഥ, അതിൽ നിന്ന് ഉയർന്നു വരുന്ന അവബോധത്തിന്റെ മണ്ഡലം, ഈ അവബോധത്തിന്റെ മണ്ഡലത്തിൽ വെച്ച് മനുഷ്യർ ഉൽപാദന വ്യവസ്ഥയെ ആകമാനം തിരിച്ചറിഞ്ഞ് തങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ആധാരത്തിനെതിരാണിതെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവർ ഈ വ്യവസ്ഥയ്ക്ക് ആകമാനം എതിരെ നടത്തുന്ന കലാപം. അതുകൊണ്ട് കലാപരൂപീകരണത്തിൽ രണ്ട് ഘടകമുണ്ട്. ഏത്? ഉൽപാദന വ്യവസ്ഥയുടെ വളർച്ചയെ തടയുന്ന ഉൽപാദന ബന്ധങ്ങൾ ഉണ്ടാവണം. ഉൽപാദന വ്യവസ്ഥയെ ഉൾക്കൊള്ളുകയും സ്വാഭാവികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നിടത്തോളം കാലം വിപ്ലവമില്ല. പക്ഷെ അത് തടയപ്പെടുന്ന ഘട്ടം വന്നാൽ വിപ്ലവം ഉണ്ടാവും. പക്ഷെ വെറുതെ വിപ്ലവം ഉണ്ടാവില്ല. മെൻ റിയലൈസ് ദെയർ റിയൽ കണ്ടീഷൻ ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. അവബോധപരമായി അതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് ഏറ്റുമുട്ടിയാലേ അതിനെ അട്ടിമറിക്കാൻ പറ്റും. ഇതാണ് ഞാൻ ഇന്നലെ ഉദ്ധരിച്ച വാക്ക് ചേർന്നത്. മെൻ മേക്ക് ഹിസ്റ്ററി നോട്ട് അക്കോർഡിംഗ് ടു ദെയർ വിഷ് ബട്ട് ഇൻ ദ ഗിവൺ കണ്ടീഷൻ. ഉൽപാദന ശക്തികളുടെ വികാസത്തെ ഉൾക്കൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടു പോകുന്നതാണ് ഉൽപാദന ബന്ധങ്ങളുടെ സ്വഭാവമെങ്കിൽ വിപ്ലവകരമായ പരിവർത്തനം സാധ്യമല്ല. മറിച്ച് ഉൽപാദന ശക്തികളെ തടയുന്നതാണ് ഉൽപാദന ബന്ധമെങ്കിൽ വിപ്ലവകരമായ പരിവർത്തനത്തിലേക്ക് അത് മനുഷ്യരെ സ്വാഭാവികമായിട്ട് പോകില്ല, മനുഷ്യർ തിരിച്ചറിയണം. അതുകൊണ്ട് മനുഷ്യരുടെ തിരിച്ചറിവ്, അതിനെ മുൻനിർത്തുന്ന മാനുഷിക പ്രവൃത്തി, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മനുഷ്യൻ അധ്വാനത്തിലൂടെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുകയും സ്വയം രൂപാന്തരീകരണത്തിന് വിധേയമാവുകയും ചെയ്യുന്ന ഒരു കർത്താവാണ്. അത് മനുഷ്യനുണ്ട്, പക്ഷെ ഇതുണ്ട്. ഇത് തമ്മിലുള്ള ഒരു ഡയലക്റ്റിക്കൽ റിലേഷനാണ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഏകദേശം വ്യക്തമാണ് എന്ന് തോന്നുന്നു. ഇനി ഉൽപാദനത്തിന്റെ തോതും തരവും വേഗവും അളവും ഒക്കെ തീരുമാനിക്കുന്നത് ഉൽപാദന ബന്ധങ്ങളാണ്. ഉൽപാദന ബന്ധങ്ങൾ, ഇപ്പൊ മുതലാളിത്ത ഉൽപാദനത്തിന്റെ നോക്കിയാൽ നിങ്ങൾക്കറിയാമല്ലോ, ചരിത്രത്തിൽ മുതലാളിത്ത ഉൽപാദനത്തിന്റെ ഗതിവേഗം മറ്റൊന്നിനുണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരു 3 നൂറ്റാണ്ട് കൊണ്ട് ലോകത്ത് നടന്ന ഉൽപാദനത്തിന്റെ ആകെ കണക്കെടുത്താൽ മനുഷ്യവംശത്തിന്റെ അതുവരെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിന്റെ എത്രയോ മടങ്ങ് ഉൽപാദനം കഴിഞ്ഞ 2 നൂറ്റാണ്ട് കൊണ്ട് നടന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിത്ത ഉൽപാദനത്തിന്റെ അടിസ്ഥാനം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, അത് മനുഷ്യന്റെ ആവശ്യ നിർവഹണമല്ല, ലാഭനിർമ്മാണം. ആവശ്യ നിർവഹണമാണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയാൽ മതി. അതിനൊരു അതിരുണ്ട്. ലാഭമാണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാനമെങ്കിൽ അതിനും ഒരതിരുമില്ല. അതിരില്ലാത്ത ഉൽപാദനം വരുമ്പോ ഭൂമി വിഭവങ്ങളുടെ ഒരു ചപ്പുകൂനയായി തീരും. ഇതാണ് മാർക്സിന്റെ എക്കോളജിയുടെ അടിസ്ഥാനം. മെറ്റബോളിക് റിഫ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കുന്നു, ഉൽപാദനം നടത്തും. ഉൽപാദനത്തിന് ശേഷം വരുന്നത് പ്രകൃതിയിലേക്ക് വിക്ഷേപിക്കുന്നു. പ്രകൃതി അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു. ലളിതമായിട്ട് പറഞ്ഞാൽ പുഴയിലേക്ക് മലകളിൽ നിന്ന് മണലൊഴുകി വരും. മനുഷ്യരെടുക്കും, വീട് പണിയും, 10-50 കൊല്ലം വീട് നിൽക്കുന്നു, തകരുന്നു, കുഴിയാവും, പിന്നെയും മണൽ വരുന്നു. അപ്പോ പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു, പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. മുതലാളിത്ത ഉൽപാദനത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ സംഭവിച്ചതെന്താ വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതും പ്രകൃതി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ ബന്ധമില്ലാണ്ടായി. പുഴയിൽ നിന്ന് മണലെടുത്തുകൂടാന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. പുഴയിൽ നിന്ന് മണലെടുക്കുക, അല്ലെങ്കിൽ പുഴയുടെ എന്താ പറയാ പ്രവേഗവും ശക്തിയൊക്കെ കുറയുക തന്നെ ചെയ്യും. പക്ഷെ എത്ര എടുക്കാം, എത്രത്തോളമാണോ റീഫിൽ ചെയ്യപ്പെടുക അത്രത്തോളം എടുക്കാവുള്ളൂ. 1 കൊല്ലം ഒഴുകിയെത്തുന്ന മണ്ണ് എത്രയാണെന്ന് കണക്കാക്കി അത്രയും മണ്ണ് എടുക്കാം. പക്ഷെ 1 കൊല്ലം ഒഴുകിയെത്തുന്നതിന്റെ 20-30 മടങ്ങ് 1 കൊല്ലം വാരിയാൽ 10 കൊല്ലം കഴിയുമ്പോൾ പുഴ ചെളിയാവും. അപ്പൊ എന്ത് പറ്റും? നമ്മള് പ്രകൃതി നശീകരണം എന്ന് പറയുന്ന ഒന്ന് നമ്മൾ. ഇതിന്റെ മറുപുറം എന്താണ്? ഭീമാകാരമായി ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടി ഇത് മുഴുവൻ
ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, നിങ്ങൾ മിക്കവാറും ശ്രദ്ധിക്കാറില്ല. ആധുനിക മുതലാളിത്തത്തിൽ മാത്രമല്ലേ വേസ്റ്റ് ഉള്ളൂ. വേസ്റ്റ് എപ്പോഴേ ഉണ്ടായിരുന്നു. മുതലാളിത്ത ഉത്പാദനം ഉണ്ടാക്കിയൊരു സാധന വേസ്റ്റ്. അതിനുമ്പ് വേസ്റ്റ് ഇല്ല. ഭക്ഷണാവശിഷ്ടങ്ങൾ ഏതെങ്കിലും കോഴിയോ കാക്കയൊക്കെ കഴിക്കും. ബാക്കി വരുന്നത് തെങ്ങിന്റെ കടക്കി ഇട്ടിട്ടോ അവിടെ ഇട്ടിട്ടോ പോകും. ഇപ്പൊ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്ന് കരുതുന്നതിന്റെ, അതിനുവേണ്ടി നാം സമാഹരിക്കുന്നതിന്റെ എത്ര ശതമാനമാണ് കൺസ്യൂം ചെയ്യുന്നത്? നിങ്ങൾ വാങ്ങുന്നതിന്റെ എത്ര ശതമാനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? നമ്മളുടെ പർച്ചേസും നമ്മളുടെ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ എന്താണ്? ഒരു സംശയവും വേണ്ട കേട്ടോ. ഏറ്റവും ദരിദ്രരായ മനുഷ്യർ പോലും അവരുടെ പർച്ചേസ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയേക്കാൾ കൂടുതൽ. സമ്പത്ത് കൂടുന്തോറും പർച്ചേസ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയായി യാതൊരു ബന്ധമില്ലാത്തത്. അതായത് അതിന്റെ സിംബോളിക് വാല്യൂ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മൂല്യങ്ങളോ അതിന്റെ യൂസ് വാല്യൂവിനെ വിഴുങ്ങും. മുതലാളിത്തം ചെയ്യുന്ന ഒരു കാര്യം യൂസ് വാല്യൂവിന് സിംബോളിക് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ മറ്റു തരം മൂലധന രൂപങ്ങൾ കൊണ്ട് ഇല്ലാണ്ടാക്കും. പണ്ട് ഞങ്ങള് കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു പരസ്യം വരുന്ന ഒരു പേനയുടെ റോട്ടോമാക് എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം ഓർക്കണ്ട, ഇപ്പില്ലാതെ റോട്ടോമാക്. അപ്പൊ അന്നത്തെ പ്രധാന നടിയാണ് ഈ രവീണ. ഞങ്ങളുടെ കാലത്ത് ഒരു രോമാഞ്ചായിരുന്നു. അപ്പൊ രവീണ വരുന്ന ഒരു പരസ്യം വരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂക്കത്തിങ്ങനെ പേന തൂക്കിയിട്ടേക്കാം. എന്നിട്ട് ആ പരസ്യവാദി ഇതാണ്, ലിഖ്തേ ലിഖ്തേ ലവ് ഹോ ജായ്. മറ്റൊരു ക്യാച്ച് വേർഡ്, നോട്ട് ജസ്റ്റ് ഫോർ ദ പ്ലഷർ ഓഫ് റൈറ്റിംഗ് ഓൺലി. പേനയുടെ കാര്യം, നോട്ട് ഫോർ ദ പ്ലഷർ ഓഫ് റൈറ്റിംഗ്. പേന കൊണ്ട് പിന്നെ എന്ത് ചെയ്യാം? പേനയുടെ അടിസ്ഥാന ഉപയോഗം എന്താണ്? എഴുത്താണല്ലോ. പക്ഷെ പരസ്യം നിങ്ങളോട് പറയുന്നത് നോട്ട് ഫോർ ദ പ്ലഷർ ഓഫ് റൈറ്റിംഗ് ഓൺലി. പിന്നെന്ത് ചെയ്യാം? മൂക്കത്ത് തൂക്കിയിടാം, ലവ് ഹോ ജായ്. നോക്കൂ, ഇന്ന് നിങ്ങൾ പരസ്യം ശ്രദ്ധിച്ചാൽ വാസ്തവത്തിൽ അതിന്റെ യൂസ് വാല്യൂവിനെ അട്ടിമറിച്ച് മറ്റെന്തൊക്കെയോ ആയിട്ടാണല്ലോ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മിലേക്ക് വരുന്നത്. ഇതൊന്നും നമ്മുടെ ആവശ്യമായിട്ടൊരു ബന്ധമുള്ളതല്ല. ആവശ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ വീടുകളും നമ്മുടെ ഭക്ഷണശാലകളും ഒക്കെ. എന്തിനാണ് ഇത്രയും ഭക്ഷണശാലകൾ നോക്കിയിരുന്നു? മനുഷ്യർ ഇത്രയും കഴിച്ചിട്ടില്ല. വാങ്ങുന്നതിന്റെ നല്ലൊന്നാ കഴിക്കുന്നത്, ബാക്കി വേസ്റ്റാ. മേടിച്ചതിന്റെ നല്ലൊന്നാ ഉപയോഗിക്കുന്നത്, ബാക്കി വേസ്റ്റാ. അങ്ങനെ ഈ അവശിഷ്ടങ്ങളുടെ ഒരു ഭീമാകാരമായ കൂന ഉണ്ടാകുന്നു. മറുഭാഗത്തോ വിഭവങ്ങൾ ഭീകരമായിട്ട് കൊള്ളയടിക്കപ്പെടും. അങ്ങനെ പ്രകൃതി വിഭവങ്ങളുടെ ഭീമാകാരമായ ഒരു കൊള്ള ഒരു ഭാഗത്ത്, പ്രകൃതിക്ക് ഒരിക്കലും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത അത്രയുമുള്ള വേസ്റ്റിന്റെ നിക്ഷേപം മറുഭാഗത്ത്. അങ്ങനെ ഒരു ഭാഗത്ത് പ്രകൃതി കൊള്ളയടിക്കപ്പെടുന്നു, മറുഭാഗത്ത് അതൊരു ചപ്പുകൂനയായിട്ട്. ഇതാണ് മാർക്സ് പറഞ്ഞ മെറ്റബോളിക് റിഫ്റ്റ്. നിങ്ങൾ ആഹരിക്കുന്നത് നിങ്ങൾക്ക് ദഹിപ്പിക്കാൻ കഴിയുന്നതേ ആഹരിക്കാവുള്ളൂ. നിങ്ങൾ വിസർജിക്കുന്നത്, പുറത്തേക്ക് കളയുന്നത് പ്രകൃതിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നതേ ചെയ്യാവുള്ളൂ. ഈ താളത്തിലാണ് പ്രകൃതി നിൽക്കുക. ഈ താളത്തെയാണ് മുതലാളിത്തം തകർക്കുക. അതാണ് മുതലാളിത്ത ഉൽപാദനത്തിലെ മെറ്റബോളിക് റിഫ്റ്റ്, ചയാപചയത്തിലെ ആഹരിക്കുക, ദഹിക്കുക, വിസർജിക്കുക. ആ ചയാപചയ പ്രക്രിയയിലെ വിച്ഛേദമാണ് മുതലാളിത്തം. അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നത് മുതലാളിത്ത ഉൽപാദനം. അതിന്റെ കാരണം എന്താണ്? ആവശ്യത്തിലല്ല ഉൽപാദനം, ലാഭത്തിലാണ്. ലാഭത്തിലാണ് ഉൽപാദനം. ആവശ്യമായി ബന്ധമില്ലാത്തതാണ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറിയ പങ്കും. ഇപ്പൊ ഞാൻ മോൺബ്ലാങ്ക് എന്ന് പറഞ്ഞ കമ്പനി, പേന കമ്പനിയാണ്. എനിക്കൊരു അബദ്ധം പറ്റിയ കേട്ടോ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു സുഹൃത്ത് മോൺബ്ലാങ്ക് തന്നു. ഇത് മോൺബ്ലാങ്കാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ നമ്മള് സാധാരണ നോട്ട് പേനയാണെന്ന് കരുതി, ഒരു പേനയാണെന്ന് കരുതി കുത്തി നടക്കുക. അപ്പൊ പിന്നീട് അതിന്റെ മുകളിൽ ചില ഡയമണ്ട്സ് ഒക്കെ ഉണ്ട്, അത്ര ഇങ്ങനെ വെള്ളക്കല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് എന്റെ ഒരു സുഹൃത്താ പറഞ്ഞത് മോൺബ്ലാങ്ക് ആണെന്ന്. അപ്പോഴാണ് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ ഇത് പുറത്തുള്ളൊരു സുഹൃത്ത് തന്നതാ. അപ്പൊ ഈ പേന കുത്തിക്കൊണ്ട് തന്നെ മോൺബ്ലാങ്ക് വരെ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അറിഞ്ഞൂടാലോ. അപ്പൊ മോൺബ്ലാങ്ക് പണ്ടൊരു പേനയാണ്. അത് ലിമിറ്റഡ് എഡിഷൻ അവർ ഇറക്കുക. 100 എണ്ണം 500 എണ്ണം ഒക്കെയാണ് ഒരു എഡീഷനായിട്ട് കൊണ്ടുവരുന്നത്.
ഗാന്ധിയുടെ പേരിലൊരു പേന, ഗാന്ധി എഡീഷൻ. ഗാന്ധി പേന 10 ലക്ഷം രൂപയാണ്. ഗാന്ധി മൊത്തം വിറ്റ് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ പോയിട്ട് 1 വർഷം പോയിട്ടില്ല. അങ്ങനെ ജീവിച്ച മൂപ്പരുടെ പേരിൽ 10 ലക്ഷം രൂപയുടെ ലിമിറ്റഡ് എഡിഷൻ വലിയ കോൺട്രവേഴ്സി ആയെന്ന് മെച്ചപ്പാടായി. പിന്നെ അവരത് പിൻവലിച്ചു. ഞാൻ പറയുന്നത് മുതലാളിത്തം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള സിംബോളിക് വാല്യൂ കമ്മോഡിറ്റിക്ക് മുകളിൽ അട്രിബ്യൂട്ട് ചെയ്ത് അതിന്റെ അടിസ്ഥാന ഗുണത്തെ അട്ടിമറിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ലാഭത്തെ കേന്ദ്രീകരിച്ചാണ്. അല്ലാതെ ഇതൊന്നും ഗാന്ധിക്ക് വേണ്ടിയല്ല നമുക്കറിയാം, ആർക്കെങ്കിലും വേണ്ടിയല്ല. അതായത് മുതലാളിത്ത ഉത്പാദനത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ലാഭമാണ്. ലാഭമായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്തിനാ മിസൈൽ വിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യുദ്ധം ഉണ്ടായിട്ടല്ല. ഈ ഒരു മിസൈൽ വിറ്റാൽ കിട്ടുന്ന ലാഭം 8000 ട്രക്ക് വിറ്റാലേ കിട്ടുള്ളൂ. എങ്കിൽ പിന്നെ ട്രക്ക് വിൽക്കണേക്കാൾ നല്ലത് മൊത്തയിൽ വിൽക്കണം എന്നതുപോലെ ഏതാണോ വിൽപ്പനയ്ക്ക് ഏറ്റവും ഉപയുക്തമായത്, ലാഭത്തിന് ഉപയുക്തമായത് അതുണ്ടാക്കുക, അതുകൊണ്ട് ഭൂമി നിറയ്ക്കുക. അതായത് ഉത്പാദന പ്രക്രിയ, മുതലാളിത്ത ഉത്പാദനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്സ് പറയുന്ന കാര്യം, ഉത്പാദനം മാനുഷികമായ ആവശ്യങ്ങളിൽ നിന്ന് സമ്പൂർണമായി അന്യവൽക്കരിക്കപ്പെട്ടത് മുതലാളിത്തത്തിലാണ്. ബാക്കിയുള്ള അതിനു മുമ്പുള്ള എല്ലാ പ്രീ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലും ഉത്പാദനം മനുഷ്യാവശ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ ഇത്തിരി കൂടുതലും കുറയിലുണ്ടാവും, പക്ഷെ അടിസ്ഥാനപരമായി മാനുഷിക ആവശ്യങ്ങൾ ഉത്പാദനം തമ്മിൽ ബന്ധമുണ്ട്. മുതലാളിത്തത്തിൽ ഉത്പാദനം എന്ന് പറയുന്നത് മാനുഷിക ആവശ്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല, ലാഭവുമായിട്ടാണ്. അത് ഒരു ഭാഗത്ത് പ്രകൃതിയെ കൊള്ളയടിക്കും, മറുഭാഗത്ത് പ്രകൃതിയെ ചപ്പുകൂനെയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഡെപ്ലീഷൻ ഓഫ് ദി നേച്ചർ, മറുഭാഗത്ത് അതിന്റെ വേസ്റ്റ് ഡംപിങ്ങുമായിട്ട് മാറും. ഇത് രണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഒഴിഞ്ഞ് ഏത് പറമ്പ് ഉണ്ടാലും ചവറാണോ? നമ്മളെല്ലാ മാന്യന്മാരും ചവറ് ഒഴിഞ്ഞിട്ടുണ്ട് പടവയ്ക്കൊണ്ടിട്ട്. ഞാൻ കാലത്ത് നടക്കാൻ പോകുകയാണ്, ചില ആളുകൾ കൂട്ടറിൽ വന്നിട്ട് ചാഞ്ഞങ്ങ് പോകും. അപ്പൊ ഒരു ചവറ് ഒരു അവിടെ ഉണ്ടാവും. സംഗതി PhD ഒക്കെ ഉണ്ടാവും. നമ്മൾ അനാധുനികരല്ല എന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവാണ് കേട്ടോ. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യം സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് കരുതാത്തിടത്തോളം കാലം ആധുനികം എന്ന് പറയുന്നത് യാതൊരു അസംബന്ധം. അപ്പൊ ഈ മുതലാളിത്ത ഉത്പാദനം, ഓരോ ഉത്പാദന വ്യവസ്ഥയും ഉത്പാദനത്തിന്റെ തോതും തരവും തീരുമാനിക്കും എന്നതുപോലെ മുതലാളിത്ത ഉത്പാദനം ഈ ഉത്പാദന വ്യവസ്ഥയുടെ സ്വഭാവം തീരുമാനിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഞാൻ ഈ പറഞ്ഞ ലാഭാധിഷ്ഠിതമായ ഉത്പാദനമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 നൂറ്റാണ്ടുകൊണ്ട് ലോകത്ത് ഉത്പാദിപ്പിക്കപ്പെട്ടത് അതുവരെ ലോകത്ത് ഉത്പാദിപ്പിക്കപ്പെട്ടതിന്റെ അനവധി മടങ്ങായി തീർന്നു. സ്വാഭാവികമായിട്ട് അതിനുപയുക്തമാകുന്ന മട്ടിൽ ശാസ്ത്രത്തിന്റെയും ഇൻസ്ട്രുമെന്റലൈസേഷന്റെയും വ്യവസായവൽക്കരണത്തിന്റെയും ഒക്കെ സാങ്കേതിക അടിസ്ഥാനങ്ങളും ഉണ്ട്. ഒറ്റക്ക് മാത്രമല്ല, പക്ഷെ ഈ ഒരു മേജർ ഫോഴ്സിനെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടൊരു സമൂഹത്തെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ മാർക്സ് ഇവിടെ പറയുന്നുണ്ട്. ഉൽപാദന ശക്തികളാണ് സാമൂഹിക ബന്ധത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ഉൽപാദന ബന്ധങ്ങളെ തിരുത്താനും ഉൽപാദന ബന്ധങ്ങളെ പൊളിക്കാനും കഴിയുന്നത് ഉൽപാദന ശക്തികളാണ്. ആ ഉൽപാദന ശക്തികളുടെ ഇച്ഛയിലാണ് ലോകം മാറുന്നത്. അതുകൊണ്ടാണ് തൊഴിലാളി വർഗം എന്നൊരാശയം മാർക്സ് ഉയർത്തിപ്പിടിക്കുന്നത്. ഒറ്റയായ മനുഷ്യരായിട്ടല്ല, കുറച്ച് സംഘടിതമായി നിലക്കൊണ്ട് ഉൽപാദന വ്യവസ്ഥയെ തിരുത്തുന്ന ഒരു സാമൂഹിക ശക്തിക്ക് മാത്രമേ ഉൽപാദന ബന്ധത്തെ, അതായത് മനുഷ്യരിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടതാണ് ഈ മുതലാളിത്ത ഉൽപാദനം. അതുകൊണ്ട് മുതലാളിത്ത വ്യവസ്ഥയുടെ തകർച്ച ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. മുതലാളിത്തത്തിൽ നിന്നുള്ള തൊഴിലാളികളുടെ രക്ഷപ്പെടൽ മാത്രമല്ല, അപമാനവീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് മനുഷ്യവംശത്തിന്റെ ആകമാനമുള്ള രക്ഷപ്പെടലാണ്. കാരണം മുതലാളിത്തം അന്യവൽക്കരിക്കുന്നത് തൊഴിലാളിയെ മാത്രമല്ല, മനുഷ്യാവസ്ഥ അപ്പാണ്. അതിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഉൽപാദന ശക്തികളുടെ വളർച്ചയുടെ ഭാഗമായിട്ട് തൊഴിലാളി വർഗത്തിന് കഴിയുക. ഇനി 1-2 അടിസ്ഥാന തത്വങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉൽപാദന വ്യവസ്ഥയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ക്രമത്തിനുള്ളിൽ ഒരു ചരിത്രഘട്ടം, ഈ ഒരു ചരിത്രഘട്ടത്തിനുള്ളിൽ ഒരൊറ്റ ഉൽപാദന വ്യവസ്ഥ മാത്രമേ നിലനിൽക്കൂ എന്ന് കരുതണ്ട. നാടുവാഴ്ത്ത ഉൽപാദനത്തിന്റെ അവശിഷ്ട രൂപങ്ങൾ ഉണ്ടാവും. പ്രിമിറ്റീവ് ട്രൈബൽ പ്രൊഡക്ഷന്റെ, പ്രാചീനമായ ഗോത്ര സമൂഹങ്ങളിൽ ഉൽപാദന വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു ഡോമിനന്റ് ഫോം ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ആ ഉൽപാദന വ്യവസ്ഥയിൽ ആധിപത്യം നേടുന്നത് ഏതാണോ അതാണ് ആ സമൂഹത്തെ നിർണയിക്കുക.
അതിന്റെ അർത്ഥം അത് മാത്രം നിൽക്കും, മറ്റെല്ലാം പോയി പോകുന്നല്ല. മാർജിനലായി മറ്റ് ഒരു സാമൂഹ്യ ഘട്ടത്തിനുള്ളിൽ പലതരം ഉൽപാദന ബന്ധങ്ങൾ നിലനിൽക്കാം. പക്ഷെ ആ സമൂഹത്തിന്റെ സ്വഭാവത്തെ നിർണയിക്കുന്നത് അടിസ്ഥാനപരമായി ഡോമിനന്റ് ആയ ഉൽപാദന വ്യവസ്ഥ ഏതാണോ അതാണ്. അതുകൊണ്ട് ഒരു സമൂഹ ഘട്ടത്തിൽ ഒറ്റ വ്യവസ്ഥ ഉണ്ടാവുള്ളൂ എന്നൊരു യാന്ത്രിക യുക്തി അവിടെ കാണേണ്ടതില്ല. അപ്പൊ ഇങ്ങനെ സമൂഹത്തിന്റെ ഈ പരിവർത്തന പ്രക്രിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പടവുകളായിട്ട് മാറ്റും. അത് പിന്നെ ഒരു ലാർജർ ഫേസ് നിർദ്ദേശിക്കുന്നത് ഉൽപാദനം ഇല്ലാതിരുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ. മനുഷ്യർ പ്രകൃതിയുടെ ഭാഗമായിട്ടോ ജന്തു സഹജമായിട്ടോ ജീവിച്ച കാലം. ഹിസ്റ്റോറിയന്മാരൊക്കെ ഫുഡ് ഗ്യാദറിംഗ് എന്ന് പറയുമല്ലോ, മൃഗത്തീനികളുടെ കാലം. കായികനികൾ കുറച്ച് മൃഗങ്ങളെ വേട്ടയാടിയും ഒക്കെ ചെയ്യണം. അന്ന് സാമൂഹിക വർഗങ്ങളില്ല, വർഗവൈരുദ്ധ്യങ്ങളുമില്ല. എല്ലാവരും അധ്വാനിക്കുന്നു, എല്ലാവരും പങ്കുവയ്ക്കുന്നു, എല്ലാവരും ഒരുമിച്ച് കഴിയുന്നു, വീണ്ടും എല്ലാവരും അധ്വാനിക്കുന്നു. ആകെയുള്ള പ്രശ്നം മൃഗസഹജമായ ജീവിതത്തിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട്. ഇതിനുശേഷം മനുഷ്യവംശം 4 നിർണായകമായ പോക്കുകളിലൂടെ കടന്നുപോയിരുന്നു എന്ന് പറയും. ആദ്യത്തേത് അടിമോടമ സമ്പ്രദായം, പ്രാചീന ഗ്രീസിലൊക്കെ നിലനിന്നിരുന്ന. രണ്ടാമത്തേത് ഇടക്കാലത്ത് അതിനുശേഷം ഉയർന്നു വന്ന നാടുവാഴ്ത്തം, ഫ്യൂഡലിസം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് മുതലാളിത്തം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് സോഷ്യലിസ്റ്റ് സമുദായവും അന്തിമമായി കമ്മ്യൂണിസ്റ്റ് സമുദായവും എന്നിങ്ങനെ ഒരു പാറ്റേൺ ഉൽപാദന വ്യവസ്ഥാപരമായ പരിവർത്തനങ്ങളുടെ ഫലമായി. അതായത് ഓരോ ഉൽപാദന ബന്ധവും ഒരു ഘട്ടം കഴിയുമ്പോൾ ഉൽപാദന ശക്തികൾക്ക് വിപരീതമായി തീരും. അത് പൊളിഞ്ഞ് അടുത്ത ഘട്ടം വരും. അത് ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കുമ്പോൾ തന്നെ ഈ വൈരുദ്ധ്യത്തെ അത് അതിനുള്ളിൽ പിന്നെയും നിലനിർത്തും. അത് അടുത്ത ഘട്ടത്തിലേക്ക് മാറും. ഇങ്ങനെ ഏറ്റവും ആദ്യത്തെ മാർക്സിനെ വിളിക്കുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം, പ്രാകൃത കമ്മ്യൂണിസം. അവിടെ നിന്ന് അടിമോടമത്വത്തിലേക്കും അവിടെ നിന്ന് നാടുവാഴ്ത്തത്തിലേക്കും മുതലാളിത്തത്തിലേക്കും സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്കും അന്തിമമായി കമ്മ്യൂണിസ്റ്റ് സമുദായത്തിലേക്കും എത്തിച്ചേരും. ഇതൊരു തിയററ്റിക്കലായ പ്രൊജക്ഷൻ ആണ് എന്നേ പറയുന്നതുള്ളൂ. മാർക്സ് അനലൈസ് ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞതുപോലെ പ്രീ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻസും അല്ല, ഫ്യൂച്ചർ ബോർഡിനെ കുറിച്ചുള്ള പ്രവചനമൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് സമുദായത്തിൽ എന്താ പറയാ സ്റ്റേറ്റ് വിതറവേ ഭരണകൂടെ കൊഴിഞ്ഞു പോകും തുടങ്ങിയ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ എംപെരിക്കലായ ഒരു അനാലിസിസിന്റെ ഭാഗമല്ല, പ്രൊജക്ഷൻസ് ആണ്. മാർക്സ് അനലൈസ് ചെയ്തത് മുഖ്യമായിട്ടും മുതലാളിത്തത്തെ തന്നെയാണ്. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മാർക്സിസ്റ്റ് ചരിത്ര സിദ്ധാന്തത്തിന് വന്നുപെട്ട 2 അപകടങ്ങളെ കുറിച്ച് കൂടി ഇവിടെ പറയണം. അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഒന്ന്, ഇത് വളരെ ലക്ഷ്യവാദപരമായ ഒരു ധാരണയായി തീരും. അന്തിമമായി സ്വർഗത്തിലേക്ക് ചെന്നു ചേരുന്ന മനുഷ്യ ചരിത്രം എന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് സമുദായത്തിലേക്ക് പടിപടിയായി സ്വാഭാവികമായിട്ട് എത്തിച്ചേരാവുന്ന ഒന്നാണ് മനുഷ്യാവസ്ഥ എന്ന ഒരു തോന്നല് പലപ്പോഴും ഈ അമിതമായൊരു പ്രത്യാശയുടെയോ വിപ്ലവ പ്രതീക്ഷയുടെയോ ഒക്കെ ഫലമായിട്ട് വന്നിട്ടുണ്ട്. എന്നെ ക്ലാസ് എടുത്തും കുറെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അടുത്ത ആഴ്ച വരും എന്നൊക്കെയുള്ള പറച്ചിലുകളിലൂടെയൊക്കെ, അതായത് പ്രാകൃത കമ്മ്യൂണിസം, അടിമത്തം, നാടുവാഴ്ത്തം, മുതലാളിത്തം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നിങ്ങനെ ഘട്ടമായിട്ട് അങ്ങനെ ഘട്ടം ക്രമാനുഗതമായ ഒരു പുരോഗതിയുടെ ചരിത്രമൊന്നും മാർക്സ് നിർദ്ദേശിക്കുന്നില്ല. മാർക്സിസ്റ്റ് ഹിസ്റ്ററി അങ്ങനെ ചെയ്തിട്ടില്ല. പറയുന്ന പോയിന്റ് എന്താണ്? ഉൽപാദന വ്യവസ്ഥകൾ ഉൽപാദന ശക്തികൾക്ക് വിഘാതമാകും. ആ വിഘാതം ഉൽപാദന വ്യവസ്ഥയെ ഉൽപാദനക്രമത്തെയോ ആകമാനം പൊളിച്ചു പണിയും. ആ പൊളിച്ചു പണി ചരിത്രത്തിൽ ഇതുവരെ 4-5 നിർണായക രീതിയിൽ നടന്നിട്ടുണ്ട്. ആ നിർണായകമായ പൊളിച്ചുപണികളുടെ പാറ്റേൺ ആണ് അടിമോടമ സമ്പ്രദായം, ഫ്യൂഡലിസം, മുതലാളിത്തം മുതലായവ. അതിൽ തന്നെ മാർക്സ് പറയുന്നുണ്ട്, യൂറോപ്യൻ സമൂഹങ്ങളിൽ കാണുന്ന ഫ്യൂഡലിസം വാസ്തവത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ അതുപോലെ കാണുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനാലിസിസിന്റെ ഭാഗമായിട്ട് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ഒരു സങ്കല്പം നിർദ്ദേശിച്ചത്. വിശദമായിട്ട് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ ഏഷ്യയിൽ കാണുന്നത് യൂറോപ്യൻ മുതലാളിത്തത്തിന്റെ അതേപടിയുള്ള ആവർത്തനമല്ല, യൂറോപ്യൻ സോഷ്യൽ സ്ട്രക്ചറിന്റെ അതേപടിയുള്ള ആവർത്തനമല്ല. ഇത് അദ്ദേഹം മൂലധനത്തിന്റെ ഫ്രഞ്ച് പരിഭാഷയിൽ നടത്തിയ തിരുത്തലിലും കൊണ്ടുവന്നിട്ടുണ്ട്. മൂലധനത്തിന്റെ ജർമ്മൻ പരിഭാഷ ജർമ്മൻ പതിപ്പ് വരുന്നത് 1867 1873 അതിന്റെ 2ാം പതിപ്പ് വരുന്നത്.
1876-77 ഫ്രഞ്ച് പതിപ്പ് വരുന്നത്. ജോസഫ് റോയ് എന്ന് പറയുന്ന ഒരു മാഷാണ്, സ്കൂൾ അധ്യാപകനാണ് ഇത് വിവർത്തനം ചെയ്യുന്നത്. ഈ ഫ്രഞ്ച് പതിപ്പില് മാർക്സ് വരുത്തിയ പ്രധാനപ്പെട്ട ഒരു മാറ്റം, അവികസിത രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ പാത പിന്തുടരേണ്ടി വരും എന്ന്. അതായത് മുതലാളിത്തത്തിലേക്കുള്ള വ്യവസായവൽക്കരണം വഴിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ പാത തന്നെയാണ് ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളും പിന്തുടരേണ്ടി വരിക എന്നൊരു ഒബ്സർവേഷൻ ക്യാപിറ്റലിന്റെ ഫ്രഞ്ച് പതിപ്പിൽ മാർക്സ് വരുത്തിയ മാറ്റം എന്താ വെച്ചാൽ യൂറോപ്പിലെ അവികസിത രാജ്യങ്ങൾ എന്ന് സ്പെസിഫിക് ആയ ഒരു ക്വാളിഫിക്കേഷൻ. അതിന്റെ അർത്ഥം യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിലെ പാത ഇത് തന്നെ ആവണമെന്നില്ല. എന്നിട്ട് മാർക്സ് നടത്തിയൊരു നിർദ്ദേശം, ഇനിയുള്ള എല്ലാ പതിപ്പുകളുടെയും അടിസ്ഥാനമായിട്ട് ഈ ഫ്രഞ്ച് പതിപ്പ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ 84-85 ജർമ്മൻ പതിപ്പ് പിന്നെ വന്നപ്പോ ഡെഫിനിറ്റ് എഡീഷൻ എന്ന് പറഞ്ഞ് നമ്മളിപ്പോ കാണുന്നത് ഈ 85 ജർമ്മൻ പതിപ്പാണ്. അത് തയ്യാറാക്കിയത് എംഗൽസാണ്. എംഗൽസ് മാർക്സിന്റെ ഈ തിരുത്തൽ എടുത്തില്ല. അത് മാർക്സിനോടുള്ള തെറ്റുകൊണ്ടൊന്നുമല്ല, ഇഷ്ടക്കേടുകൊണ്ടല്ല. എംഗൽസ് അതിന് പറഞ്ഞത് മാർക്സിന്റെ ചിന്തയെ ഉൾക്കൊള്ളാനുള്ള ശേഷിയൊന്നും ഫ്രഞ്ച് ഭാഷയ്ക്കില്ല. അതുകൊണ്ട് ഫ്രഞ്ച് ഭാഷ ഒരു തരികയുടെ ഭാഷയാണ്. അതിന് ഒരു ഡെഫിനിറ്റ് എഡീഷന് ഫ്രാൻസുകാർ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറഞ്ഞു, ഫ്രഞ്ച് ഭാഷയ്ക്ക് മാർക്സിന്റെ ചിന്തയെ ഉൾക്കൊള്ളാനുള്ള സങ്കീർണതയും ദാർശനികമായ ബലവുമില്ല. അതുകൊണ്ട് ഡെഫിനിറ്റ് എഡീഷൻ മറ്റേ ജർമ്മൻ പതിപ്പിൽ നിന്ന് തന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജർമ്മൻ പതിപ്പ് തന്നെ എടുത്തു. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സ് നടത്തിയ ഈ തിരുത്തല് പിന്നീടുള്ള പതിപ്പുകളിലേക്ക് ക്യാരി ഓവർ ചെയ്യപ്പെട്ടില്ല. ക്യാരി ഓവർ ചെയ്യപ്പെടാൻ ഒരു ചെറിയ അക്ഷരത്തെറ്റല്ല, അക്ഷരത്തിരുത്തലല്ല ഇത്. എംഫസിസിൽ മാറ്റം വരും. വിപ്ലവത്തിന്റെ വഴിയിൽ യൂറോപ്പിലെ വികസിത രാജ്യങ്ങളിൽ അതേ വഴി ലോകത്തെ എല്ലാ രാജ്യങ്ങളും പിൻപറ്റണമെന്ന് ജർമ്മൻ പതിപ്പിലെ ഊന്നലും, അത് യൂറോപ്പിലെ അവികസിത രാജ്യങ്ങൾ എന്ന ഫ്രഞ്ച് പതിപ്പിലെ ഊന്നലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം പക്ഷെ ഇന്ന് നമ്മൾ വായിക്കുന്ന ക്യാപിറ്റലിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് ക്യാപിറ്റലിലെ ജർമ്മൻ ഫ്രഞ്ച് പതിപ്പുകളുടെ താരതമ്യം നടത്തിയ പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരുപാട് കാര്യങ്ങൾ മാർക്സിന്റെ ചരിത്രത്തിൽ ചിന്തയിലുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് ഇതാണ്, പടിപടിയായി വികസിച്ചു വന്ന് വിപ്ലവത്തിലേക്ക് ലോകം മുഴുവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, കമ്മിറ്റി കൂടിയാൽ മതി എന്ന മട്ടിലുള്ള ആശയമൊന്നും മാർക്സിന് ബാധകമല്ല. അതൊന്നും മാർക്സിന്റെ അക്കൗണ്ടിൽ നമ്മൾ എഴുതുകയും ചെയ്യരുത്. മാർക്സ് ടെലിയോളജിക്കൽ അല്ല, ലക്ഷ്യവാദപരമായി അന്തിമമായ ഒരു സ്വർഗത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മതാത്മക ധാരണയൊന്നും മാർക്സിനില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ അടിത്തറ മേൽപ്പുര എന്ന് പറയുമ്പോൾ സോഷ്യൽ പ്രൊഡക്ഷനാണ് അടിത്തറ, ആശയാവലികൾ മേൽപ്പുരയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അടിത്തറ പരമപ്രധാനവും മേൽപ്പുര അനുബന്ധവുമാണ് എന്നല്ല. അതിന്റെ ജനറേറ്റീവ് പൊട്ടൻഷ്യൽ സ്ട്രക് ഡൈനാമിക്സിനെ കുറിച്ചാണ് മാർക്സ് പറയുന്നത്. മാർക്സിന് രണ്ട് സുപ്രധാന സന്ദർഭങ്ങളിൽ ഈ ഇതിന് എതിരായ നിരീക്ഷണം നടത്തുന്നുണ്ട്. എതിരല്ല, ഇതിനെ സൂക്ഷ്മമാക്കുന്ന നിരീക്ഷണം നടത്തുന്നുണ്ട്. വാസ്തവത്തിൽ റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്, മാർക്സിസത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു മെറ്റഫർ ആയിപ്പോയി അടിത്തറ മേൽപ്പുര എന്ന്. കാരണം അടിത്തറ മേൽപ്പുര എന്നുള്ള മെറ്റഫറിന് ഒരു കുഴപ്പമുണ്ടാകാം. അടിത്തറ എന്നുള്ള പ്രധാനം, അതിന്റെ മുകളിലാണല്ലോ മേൽപ്പുര നിൽക്കുക. പക്ഷെ ആ മെറ്റഫറിനെ വളരെ പോസിറ്റീവായി ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ ഉപയോഗിച്ച ഒരാളുടെ കേട്ടോ അംബേദ്കറാണ്. അംബേദ്കർ പറയുന്നത്, നിങ്ങളൊരു കെട്ടിടം പണിയാണെങ്കിൽ അടിയിൽ നിന്ന് പണിത് കൊടുക്കണം, പക്ഷെ പൊളിക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് വിളിക്കണം. പൊളിക്കുന്ന അടിയിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിലനിൽക്കുന്ന ഇന്ത്യയുടെ ജാതിബദ്ധമായ വ്യവസ്ഥയെ പൊളിച്ച് മറ്റൊരു സമൂഹത്തെ സ്ഥാപിക്കണമെങ്കിൽ ജാതിബന്ധങ്ങൾ നിലനിൽക്കുന്ന മേൽപ്പുരയെ പൊളിക്കാതെ നിങ്ങൾക്ക് ഇന്ത്യയുടെ ഉത്പാദന വ്യവസ്ഥാപരമായ അടിത്തറയെ പൊളിക്കാൻ പറ്റില്ല. അത് അംബേദ്കറുടെ ബുദ്ധിയാണ്. കാരണം പണിയാൻ അടിത്തറയാണെങ്കിലും പൊളിക്കാൻ പൊളിന്ന് തുടങ്ങണം എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അതൊരു രസമുള്ള തിരിച്ചുവല്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ റെയ്മണ്ട് വില്യംസ് പറയുന്നത്, വാസ്തവത്തിൽ മാർക്സ് പറയുന്നത് എന്താണ്, ഞാൻ ഈ വായിച്ച വരിയിലുള്ളതുപോലെ, എക്സിസ്റ്റൻസ് ഡിറ്റർമിൻസ് ദ കോൺഷ്യസ്നസ്, നോട്ട് ദ കോൺഷ്യസ്നസ് ഡിറ്റർമിൻസ് ദ എക്സിസ്റ്റൻസ്. അതാണ് ശരി. അസ്തിത്വം ബോധത്തെ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത് എന്തിലും. അതായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ ഈ മെറ്റഫർ വന്നപ്പോ സംഗതി കുഴഞ്ഞ കേസ്. ഫ്രെഡറിക് ജെയിംസൺ ഈ മെറ്റഫറിന് പകരം വേറൊരു മെറ്റഫർ കൊണ്ടു. അത് കുറച്ചുകൂടി നല്ല. അദ്ദേഹം പറയുന്നത്, ഈ തീവണ്ടിപ്പാളവും തീവണ്ടി എന്ന് സങ്കല്പിച്ചാൽ മതി. തീവണ്ടിപ്പാളവും തീവണ്ടിപ്പാളം ഇല്ലെങ്കിൽ തീവണ്ടി ഓടില്ല. പക്ഷെ പാളമല്ലല്ലോ തീവണ്ടി. തീവണ്ടിപ്പാളത്തിന്റെ സ്വഭാവവും തീവണ്ടിയുടെ സ്വഭാവവും തമ്മിലൊരു ബന്ധമില്ല.
പക്ഷെ പാളത്തിന്റെ അഭാവത്തിൽ തീവണ്ടി ഓടില്ല എന്നതുപോലെ ഉൽപാദന വ്യവസ്ഥാപരമായ അടിത്തറ, സംസ്കാരത്തിന്റെ മേൽപ്പുര, രണ്ടും പരസ്പര ബന്ധിതമാണ്. പക്ഷെ ഒന്ന് മറ്റൊന്നിന്റെ നിഴലോ ഒന്ന് മറ്റൊന്നിന്റെ അനുബന്ധമോ ഒന്നുമല്ല. ഇത് പക്ഷെ മാർക്സ് പറയുന്നുണ്ട്. ഞാൻ രണ്ട് സന്ദർഭങ്ങൾ പറയാം. അതായത് ചരിത്രത്തിൽ ഉടനീളം ഒരേ അളവിൽ അല്ല അടിത്തറ മേൽപ്പുര ബന്ധങ്ങൾ നിലനിൽക്കുക. ചരിത്രപരവുമാണ്, അസമവുമാണ്. ചിലപ്പോ അടിത്തറയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവും, ചിലപ്പോൾ മേൽപ്പുരയ്ക്കായിരിക്കും. മാർക്സ് രണ്ട് ഘട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന് ക്ലാസിക്കൽ ഗ്രീക്ക് കാലം. ക്ലാസിക്കൽ കാലയളവില് ഉൽപാദന ബന്ധത്തെ നിർണയിച്ചിരുന്നത് ആ സമൂഹത്തിന്റെ രാഷ്ട്രീയ ഘടനയാണ് എന്ന് മാർക്സ്. മധ്യകാലത്ത്, കത്തോലിസിസത്തിന്റെ മധ്യകാലത്ത് മതമാണ് ഉൽപാദനത്തെ നിർണയിച്ച പ്രധാന. തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂവിലും ക്യാപിറ്റലിന്റെ ഒന്നാം വോള്യത്തിലും മാർക്സ് രണ്ട് സന്ദർഭങ്ങളിലായിട്ട് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ക്ലാസിക്കൽ ഉൽപാദനത്തെ നിർണയിക്കുന്നതിൽ രാഷ്ട്രീയമായിരുന്നു നിർണായകം, അടിത്തറയല്ല. അതുപോലെ മധ്യകാല കത്തോലിസിസത്തിന്റെ സന്ദർഭത്തിൽ ഉൽപാദനത്തെ നിർണയിച്ചത് മതമായിരുന്നു, ഉൽപാദന ബന്ധങ്ങൾ. അതുകൊണ്ട് പ്രൊഡക്ഷൻ എപ്പോഴും നിർണയിക്കുന്നത് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് തന്നെയാവണമെന്നില്ല. ഇതിനെയാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത അൾത്യൂസർ ഓവർ ഡിറ്റർമിനേഷൻ എന്ന സങ്കല്പമാക്കിയത്. അതിനിർണയം. അതിനിർണയം എന്ന് പറഞ്ഞാൽ എന്താ? അന്തിമമായ നിർണയന ശേഷി ഉൽപാദന വ്യവസ്ഥയ്ക്ക് തന്നെയാണെങ്കിലും ചരിത്രത്തിന്റെ ചില സവിശേഷ ഘട്ടങ്ങളിൽ ഈ അന്തിമ ഘടകത്തെ പിന്നിലാക്കിക്കൊണ്ട് ചില ഘടകങ്ങൾക്ക് താൽക്കാലിക പ്രാധാന്യം വരും. മനസ്സിലായല്ലോ? ഫൈനലി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? ഉൽപാദന വ്യവസ്ഥ തന്നെയാണ്. പക്ഷെ ഒരു ക്രിട്ടിക്കൽ പോയിന്റില് ആ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നതിനെ അതിനിർണയിക്കാനായിട്ട് ഈ മതത്തിനോ സംസ്കാരത്തിനോ ജാതി ബന്ധങ്ങൾക്കോ ഒക്കെ കഴിയുകയും ചെയ്യും. ഇത് ഓവർ ഡിറ്റർമിനേഷൻ എന്ന് കൺസെപ്ച്വലായിട്ട് അൽത്യൂസർ ക്രമീകരിച്ചെങ്കിലും മാർക്സ് സൂചിപ്പിക്കുന്നുണ്ട്. ആ രണ്ട് സന്ദർഭം ഞാൻ പറഞ്ഞു. ഒന്ന് തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂവില് ക്ലാസിക്കൽ ഗ്രീക്ക് ഉൽപാദനത്തിൽ നിർണയന ശേഷി രാഷ്ട്രീയത്തിനായിരുന്നു എന്നും, മധ്യകാല കത്തോലിസിസത്തിന്റെ ഘട്ടത്തിൽ മതമാണ് നിർണായക ശേഷി കൈവരിച്ചത് എന്നും പറയുന്ന കാര്യം. ഇതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, ഒരേ അടിത്തറയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരേ സാമ്പത്തിക ഉൽപാദന അടിത്തറയ്ക്ക് മുകളിൽ വ്യത്യസ്ത ആശയവ്യവസ്ഥകൾ നിലനിൽക്കും. അല്ലാതെ ആശയവ്യവസ്ഥകളുടെ മണ്ഡലം അടിത്തറയുടെ റിഫ്ലക്ഷൻ അല്ല. കാരണം മുൻകാലത്ത് രൂപപ്പെട്ട ആശയവ്യവസ്ഥയുടെ ഒരു മണ്ഡലം അടിത്തറ മാറിയാലും മേൽത്തട്ട് എന്ന നിലയിൽ തുടരാം. ഇപ്പൊ നാടുവാഴ്ത്ത് ജന്മം നൽകിയ ഒരു ആശയവ്യവസ്ഥയുടെ മണ്ഡലം നാടുവാഴ്ത്തം പോയാലും മുതലാളിത്തത്തിന് നിൽക്കാം. ഇന്ത്യയിൽ മനസ്സിലാകാൻ ഒരു പ്രയാസമില്ല. ജാതി, നമ്മുടെ ആശയലോകം എന്ന് പറയുന്നത് തന്നെ മുഴുവൻ ഈ പ്രീ മോഡേൺ അല്ലേ. നമ്മളെല്ലാം മോഡേണുമാണ്. നമുക്ക് മോഡേൺ എക്യുപ്മെന്റ്സ്, മോഡേൺ ഇൻഡസ്ട്രിയലൈസേഷൻ, മോഡേൺ ടെക്നോളജി, സർവാംഗം മോഡേണാണ്. മോഡേൺ പോയി എവിടെയെന്ന് വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ജാതകമായി അല്ലേ. ജാതകം ശരിയാണെന്നുള്ളതിന് തെളിവെന്താ? കമ്പ്യൂട്ടറല്ല. നമ്മുടെ നാട്ടിലെ ജനിച്ചന്മാര് കമ്പ്യൂട്ടർ ജാതകം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ എന്തിനേയും നമുക്ക് അതിന്റെ സാമൂഹ്യ, അതായത് ആശയങ്ങൾ നിലനിൽക്കുന്നത് ഭൗതികാടിസ്ഥാനങ്ങളുടെ വെറും പകർപ്പുകൾ എന്ന നിലയ്ക്കല്ല. ആശയങ്ങൾ നിലവിൽ വന്നാൽ ഭൗതിക അടിസ്ഥാനത്തെ ആശ്രയിക്കാതെ തന്നെ ആശയവ്യവസ്ഥകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റും. ഒന്ന്. തിരിച്ച് രണ്ടാമത്തെ കാര്യം, ഈ ആശയവ്യവസ്ഥകൾ ഭൗതികാടിസ്ഥാനത്തിൽ ഇടപെടുകയും, മനസ്സിലായത്? ഭൗതികാടിസ്ഥാനത്തിൽ ആശയവ്യവസ്ഥകൾക്ക് ഇടപെടാൻ പറ്റുന്നതുകൊണ്ടാണ് മതത്തിന് ഉൽപാദനത്തിൽ ഇടപെടാൻ പറ്റുന്നത്. ഭൗതികാടിസ്ഥാനങ്ങൾക്ക് ആശയവ്യവസ്ഥയിൽ ഉൾപ്പെടാൻ പറ്റുന്നത് കൊണ്ടാണ് ജാതി ഇന്ത്യൻ ഉൽപാദനത്തിന്റെ കേന്ദ്ര ഘടകമായത്. അതുകൊണ്ട് ആശയാടിസ്ഥാനം മേൽത്തട്ടായിട്ട് ഇങ്ങനെ അനുബന്ധമായിട്ട് നിൽക്കുകയല്ല, ഉൽപാദന വ്യവസ്ഥയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഫൈനലി ഡിറ്റർമിൻ ചെയ്യുന്ന ഉൽപാദന വ്യവസ്ഥയാണ്. പക്ഷെ നിലവിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആശയവ്യവസ്ഥകൾക്ക് ഒരു ഉൽപാദന വ്യവസ്ഥയോട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റും. രണ്ട്, ആശയവ്യവസ്ഥകൾക്ക് ഉൽപാദനാടിസ്ഥാനത്തെ തിരിച്ചു നിർണയിക്കാൻ പറ്റും. ഈ രണ്ട് കരുതലുകൾ ഇല്ലെങ്കിൽ അടിത്തറ മേൽപ്പുര എന്നുള്ള സങ്കല്പം അസംബന്ധമായി തീരും എന്ന്. അതായത് നിരന്തരമായ പരസ്പര സ്വാധീനം അവ ചെലുത്തും. മാർക്സ് എഴുതുന്നത് റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ് ഓഫ് വൺ ഓൺ ദ അതർ.
ഒന്നിന്റെ മുകളിൽ മറ്റൊന്ന് എന്താണ് അന്യോന്യ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കും. ഇത് അതിനെയും അതിതിനെയും ബന്ധം സ്വാധീനിച്ചുകൊണ്ടിരിക്കും. എംഗൽസിന്റെ 4 സുപ്രധാന കത്തുകൾ 1891 സെപ്റ്റംബർ 21 ജോസഫ് ബ്ലോക്ക് എന്നു പേരായ സുഹൃത്തിന് എഴുതിയ കത്തില് എംഗൽസ് വിസ്തരിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ കാലത്ത് ഈ മതമാണ് ദൈവമാണ് എല്ലാറ്റിന്റെയും പ്രഭവം എന്ന വാദമൊക്കെ ആയിരുന്നു, ചരിത്രത്തിന്റെ ചാലക അതാണെന്നൊരു വാദമായിരുന്നു ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന ആശയത്തെയും സാമ്പത്തിക ഉത്പാദനം എന്നുള്ളതിനെയും ഊന്നി പറയേണ്ടി വന്നു. അതാണ് ഞങ്ങൾ അന്ന് ഊന്നി പറഞ്ഞത്. പക്ഷെ അതിന്റെ പേരിൽ ആശയങ്ങളും സംസ്കാരവും വെറും മേൽപ്പുരയാണെന്നും അതൊരു നിഴല് മാത്രമാണെന്നും ആരെങ്കിലും വാദിച്ചാൽ എംഗൽസ് ഉപയോഗിക്കുന്നത് അവർ ഞങ്ങളുടെ ആശയങ്ങളെ അർത്ഥശൂന്യവും അസംബന്ധവുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ജോസഫ് ബ്ലോക്കിന് എഴുതിയ ഒരു കത്ത്. രണ്ടാമത്തത് 1890 ഒക്ടോബർ 27 സി ഷിഫ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തിന് എഴുതിയ കത്തില് എംഗൽസ് പറയുന്നത്, ഉപരിഘടനാ മണ്ഡലങ്ങൾക്ക് സ്വന്തമായ നിലനിൽപ്പും സ്വന്തം വ്യവസ്ഥയും ഉണ്ട്. ഉപരിഘടന കീഴ്ത്തട്ടിന്റെ അടിത്തട്ടിന്റെ വെറും പകർപ്പല്ല, സ്വന്തം വ്യവസ്ഥയുണ്ട്, സ്വന്തം പ്രവർത്തന രീതിയും ഉണ്ട്. 1893 ജൂലൈ 4 ഫ്രാൻസ് മെഹറിംഗാണ് ആദ്യമായിട്ട് മാർക്സിന്റെ ജീവചരിത്രം എഴുതുന്നത്. മെഹറിംഗൻ എഴുതിയ കത്തില് എംഗൽസ് പറയുന്നു, ഉപരിഘടന അടിത്തറയെ മാറ്റും. നിർണായക ഘട്ടങ്ങളിൽ ഉപരിഘടനയ്ക്ക് അടിത്തറയെ മാറ്റാൻ പറ്റും. 1894 ജാനുവരി 25 ബോർഹ്യൂസ് എന്ന് പറയുന്ന സുഹൃത്തിലെ എഴുതുന്ന കത്തിൽ പറയും, ഉപരിഘടനകളിലെ ഘടകങ്ങൾ അന്യോന്യം സ്വാധീനിക്കും. അല്ലാതെ കീഴ്ത്തട്ടിനാൽ മാത്രം സ്വാധീനിക്കപ്പെടുന്ന മേൽത്തട്ടല്ല. മേൽത്തട്ടിലെ വിവിധ ഘടകങ്ങൾ, ഇതിലെ പൊളിറ്റിക്സ്, ഇതിലെ മതത്തെ, ഇതിലെ മതം, ഇതിലെ രാഷ്ട്രീയത്തെ, ഇതിലെ തത്വചിന്ത, അതിലെ മതത്തെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സ്ട്രക്ചറാണ്. അല്ലാതെ 1-to-1 റിഫ്ലക്ഷൻ ആയിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ യു ആർ ടോട്ടലി സിംപ്ലിഫൈയിങ് ദ എൻറ്റയർ സ്ട്രക്ചർ. അത് വിഡിത്താണ്. അതുകൊണ്ടാണ് അദ്ദേഹം അസംബന്ധം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ സംബന്ധം നമ്മുടെ വിചാരങ്ങളിൽ വലിയ ശക്തമായിട്ടുണ്ട്. ഉപരിഘടന വെറുതെ പകർപ്പാണ്, അതുകൊണ്ട് ഉൽപാദന വ്യവസ്ഥ മാത്രമാണ് പ്രധാനമെന്ന് കരുതുന്ന ഒരു പ്രാക്ടീസ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫിലോസഫിയെ മോഡിഫൈ ചെയ്യാനായി അവസാനമല്ല 19-ാം നൂറ്റാണ്ടിൽ പ്രധാനപ്പെട്ട ഒരാൾ നടത്തിയ ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ടൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് പ്ലഖനോവാണ്. പ്ലഖനോവ് മാർക്സിന്റെ എംഗൽസിന്റെ കാലത്തൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ്. എംഗൽസുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്നത്. പിന്നീട് ലെനിൻ പ്ലഖനോവിനെ തള്ളി പറഞ്ഞു. എങ്കിലും ഈ ഒരു വിശദീകരണത്തിന് ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് മാർക്സിസം എന്ന പേരിൽ 19-ാം നൂറ്റാണ്ട് അവസാനം എഴുതിയ ഗ്രന്ഥത്തില് ഹിസ്റ്ററിയെ കുറിച്ചുള്ള മാർക്സിന്റെ ഈ ഫേസിനെ കുറച്ചുകൂടി ഒന്ന് ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഗ്രേഡ് ചെയ്യുന്നുള്ളതിനേക്കാൾ പല തട്ടുകളാക്കുന്നത്. 2 തട്ടിന് പകരം 5 തട്ടുകളാണ് പ്ലഖനോവ് പറയുന്നത്. ഒന്ന്, ഉൽപാദന ശക്തികളുടെ സവിശേഷ സ്ഥിതി. മാർക്സും പറഞ്ഞതാണ്, ഉൽപാദന ശക്തികളുടെ വളർച്ചയുടെ തോതനുസരിച്ചാണ് ഉൽപാദന ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അതിവിടെ അത് തന്നെ പ്ലഖനോവ് പറയും. ഉൽപാദന ശക്തികളുടെ സവിശേഷ സ്ഥിതി. 2, ഈ ഉൽപാദന ശക്തികൾ രൂപപ്പെടുത്തുന്ന ഉൽപാദന ബന്ധങ്ങൾ. അതായത് ഉൽപാദന ശക്തികളുടെ നില എന്താണോ അതനുസരിച്ച് വികസിച്ചു വരുന്ന, അതിനെ ക്രോഡീകരിക്കുന്ന ഉൽപാദന ബന്ധങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞത് ഉൽപാദന ബന്ധം എന്താണ് ചെയ്യുന്നത്? ഉൽപാദന ശക്തികളെ ഉൽപാദന പ്രക്രിയയുമായി കൂട്ടിവിളക്കുന്നത് ഉൽപാദന ബന്ധങ്ങളാണ്. അപ്പൊ ഉൽപാദന ശക്തികളുടെ സ്വഭാവം എന്താണോ അതനുസരിച്ചാണ് ഉൽപാദന ബന്ധങ്ങൾ വികസിച്ചു വരിക. അതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഇതിൽ നിന്നും ഉളവാകുന്ന സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങൾ. മാർക്സ് പറഞ്ഞ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഉൽപാദന ബന്ധങ്ങളും ഉൽപാദന ശക്തികളും ചേർന്ന ഉൽപാദന വ്യവസ്ഥയിൽ നിന്ന് വികസിച്ചു വരുന്ന സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങൾ. 4 പ്ലഖനോവ് 4-5 കൂട്ടിച്ചേർക്കുന്നത് പുതിയ കാര്യങ്ങളാണ്. ഭാഗികമായ ഉൽപാദന വ്യവസ്ഥയാലും ഭാഗികമായി സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങളാലും നിർണയിക്കപ്പെടുന്ന മാനസികാഭിമുഖ്യങ്ങൾ. മനുഷ്യരുടെ മാനസിക, നമ്മൾ പിന്നീട് ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസ് എന്നൊക്കെ പഠിക്കുന്നു. മനോഭാവങ്ങളുടെ ചരിത്രം. ചില ചരിത്രഘട്ടങ്ങളിൽ മനുഷ്യർക്ക് ചില തരത്തിലുള്ള സവിശേഷ മനോഭാവങ്ങൾ രൂപപ്പെടും.
ഇപ്പോ ഫാഷിസത്തിന്റെ കാലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വിൽഹം റീഖൊക്കെ ആ നിലയിൽ പറയുന്നുണ്ട്. നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കാലത്തെ കുറിച്ച് തന്നെ നോക്കിയാല് ചില തരത്തിലുള്ള മനോഘടനകൾ സമൂഹത്തിൽ ഡോമിനന്റ് ആവും. അങ്ങനെ ഡോമിനന്റ് ആകുന്നത് പ്ലഖനോവ് പറയുന്നത് അത് ഭാഗികമായി ഉത്പാദന വ്യവസ്ഥയാലും ഭാഗികമായി സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങളാലും ചേർന്നിട്ടാണ് ഈ മനോഘടനകൾ, മാനസിക ആഭിമുഖ്യങ്ങളുടെ പ്രത്യേക പാറ്റേണുകൾ വരിക. അത് വലിയ ഹിസ്റ്റോറിക്കൽ ഫോഴ്സ് ആയിട്ടാണ് പ്ലഖനോവ് കാണുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു അഡീഷനാണ്. കാരണം മനുഷ്യരുടെ അനുഭൂതി തലം, മനുഷ്യരുടെ മാനസിക ആഭിമുഖ്യങ്ങൾ എന്ന് പറയുന്നത് ഒറ്റയൊറ്റയായി മനുഷ്യരിൽ വന്നുപെടുന്നതല്ല. അതൊരു ഹിസ്റ്റോറിക്കലായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ്, ഹിസ്റ്റോറിക്കലായി ഫങ്ഷൻ ചെയ്യുന്നത്. അഞ്ചാമത്തത് മാനസിക ആഭിമുഖ്യങ്ങളെ രേഖപ്പെടുത്തുന്ന, അടയാളപ്പെടുത്തുന്ന ഐഡിയോളജീസ്, പലതരത്തിലുള്ള സോഷ്യൽ ഐഡിയോളജീസ്. അപ്പൊ ഇങ്ങനെ പ്ലഖനോവ് ആദ്യത്തെ ക്ലാസിക്കൽ ഫേസിലുള്ള 3 തട്ടുകളോടൊപ്പം മാനസിക ആഭിമുഖ്യങ്ങളുടെയും മെന്റാലിറ്റീസിന്റെയും ആ മെന്റാലിറ്റീസിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഐഡിയോളജീസിന്റെയും ഒരു 2 തട്ടുകൾ കൂടി സോഷ്യൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തുന്നു. ഉൽപാദന ശക്തികൾ, ഉൽപാദന ബന്ധങ്ങൾ, ആശയവ്യവസ്ഥകൾ, മാനസിക ആഭിമുഖ്യങ്ങൾ, പ്രത്യയശാസ്ത്ര ഘടകങ്ങൾ. ഇത് 5 ഘടകങ്ങൾ ചേർന്ന ഒരു കോംപ്ലക്സ് ആയിട്ട് സോഷ്യൽ ഹിസ്റ്ററിയെ കാണുകയും ഇവ തമ്മിലുള്ള വിനിമയമാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കാരണം. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. എന്താണ് മാർക്സിസ്റ്റ് ചരിത്ര സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ, 1, ചരിത്രം ഒരു ഭൗതിക പ്രക്രിയ. 1. 2, ചരിത്രത്തിന്റെ അടിസ്ഥാന ഘടകം, നിർണായക ഘടകം ഉൽപാദന വ്യവസ്ഥ. 3, ഏത് ഉൽപാദന വ്യവസ്ഥയും ഉൽപാദന ബന്ധങ്ങൾ, ഉൽപാദന ശക്തികൾ ഇവ ഉൾപ്പെട്ടതാണ്. 4, ഉൽപാദന ബന്ധങ്ങളും ഉൽപാദന ശക്തികളും വൈരുദ്ധ്യാത്മകമായ വിനിമയത്തിലാണ്. ചില സവിശേഷ ഘട്ടങ്ങളിൽ ഈ വിനിമയം സംഘർഷമായിത്തീരും. എപ്പോ ഉൽപാദന ശക്തികളുടെ വികാസത്തെ, വളർച്ചയെ തടയുന്ന ശക്തികളായിട്ട് ഉൽപാദന ബന്ധങ്ങൾ മാറും. 5, ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളും ഉൾപ്പെട്ട ഉൽപാദന പ്രക്രിയയ്ക്ക് മുകളിലാണ് ആശയവ്യവസ്ഥകൾ രൂപപ്പെട്ടു വരുന്നത്. അതിനർത്ഥം ആശയവ്യവസ്ഥ ഇതിന്റെ അനുബന്ധമോ പകർപ്പോ അല്ല, തിരിച്ച് നിർണായക ഘട്ടങ്ങളിൽ അവയ്ക്ക് ഉൽപാദന വ്യവസ്ഥയെ തന്നെ രൂപപ്പെടുത്താനായിട്ട് കഴിയുകയും ചെയ്യും. ആത്യന്തികമായിട്ട് സമൂഹ ചരിത്രം എന്ന് പറയുന്നത് ഈ ഘടകങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യാത്മകമായ വിനിമയങ്ങളിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ചരിത്രം ഒരു വൈരുദ്ധ്യാത്മക പ്രക്രിയയാണ്. അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളും തമ്മിലുള്ള സംഘർഷാത്മകമായ പ്രക്രിയകളാണ്. അതുകൊണ്ട് വൈരുദ്ധ്യാത്മകമായ ഒരു അതിസങ്കീർണമായ ഒരു വിനിമയമാണ് ചരിത്ര പ്രക്രിയയുടെ ആധാരം. അങ്ങനെ ചരിത്രത്തിന്റെ കർത്തൃത്വത്തിൽ നിന്ന് ഹെഗലിന്റെ കേവലാശയത്തെയും അതിനു മുമ്പുണ്ടായിരുന്ന ദൈവങ്ങളെയും വലിയ അതിപ്രതാപികളായ നായകന്മാരെയും യാദൃച്ഛികതകളെയും ഒക്കെ ഒഴിവാക്കിയിട്ട് മനുഷ്യരുടെ ഉൽപാദനം എന്ന് പറയുന്നതിനെ അതിന്റെ ഒരു കേന്ദ്ര കർത്തൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് മാർക്സ് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ചരിത്രമില്ല എന്ന് ഇമ്പീരിയൽ ഹിസ്റ്റോറിയന്മാര് പറഞ്ഞപ്പോ കൊസാംബി പറഞ്ഞ ഒരു മറുപടി, ഭരിച്ചിരുന്ന രാജാവിന്റെ പേരെന്ത് എന്നതിന് പകരം ആ രാജാവിന്റെ കാലത്ത് ജനങ്ങൾ കലപ്പ ഉപയോഗിച്ചിരുന്നോ എന്നതാണ് ചോദ്യമെങ്കിൽ ഇന്ത്യക്ക് ചരിത്രമുണ്ട്. നിങ്ങൾ രാജാവിന്റെ പേര് നോക്കിയിട്ട് കണ്ടുകിട്ടിയില്ലെങ്കിൽ യുദ്ധകാലം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം. മറിച്ച് മനുഷ്യരും അവരുടെ ഉൽപാദന വ്യവസ്ഥയുമാണ് ചരിത്രത്തിന്റെ കേന്ദ്രമെങ്കിൽ നിശ്ചയമായി ചരിത്രം. ഇതാണ് പൊതുവെ പറഞ്ഞാൽ മാർക്സിസ്റ്റ് ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്റോറിക്കൽ ആവുക, ഒരു മനുഷ്യൻ ഹിസ്റ്റോറിക്കൽ ബീയിങ് ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഡയലക്റ്റിക്കൽ ബീയിങ് ആണ്. മനസ്സിലായത്? അതുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ വ്യക്തി ഘടന എന്ന വൈരുദ്ധ്യം ചരിത്രത്തിൽ ആഴത്തിൽ നിർഭരമാണ്. ഈ ഘടനാപരമായ വൈരുദ്ധ്യത്തിനുള്ളിലാണ് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വൈരുദ്ധ്യത്തിനകത്ത് വൈരുദ്ധ്യമായി തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് കൂടിയാണ് അതിന്റെ അർത്ഥം. ചായക്കൊക്കെ കഴിക്കാനും അതിനുശേഷം നമുക്ക് ചർച്ച